നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ രമ്യ എന്ന 21കാരി മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ കേസ് അന്വേഷണം ACP പ്രിയാദാസിന് കൈമാറാൻ തീരുമാനിച്ചു. മെഡിക്കൽ വിദ്യാർത്ഥികൾ സെക്രട്ടേറിയറ്റിൽ നടത്തിയ ജാഥ അക്രമാസക്തമായതിനാലാണ് ഇങ്ങനൊരു തീരുമാനം. അന്വേഷണത്തിൽ തൃപ്തി പോരെന്നും കേസ് പോലീസ് തേച്ചുമാച്ചു കളയാൻ ശ്രമിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് കുട്ടികൾ സമരം നടത്തിയത്. 5 ദിവസം മുമ്പാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ രമ്യയെ കാണപ്പെട്ടത്. പോലീസിന്റെ പ്രാഥമിക നിഗമനം ആത്മഹത്യ എന്നായിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അത് കൊലപാതകമെന്ന് തെളിയിക്കുകയായിരുന്നു. 2 മാസം മുമ്പ് ഇതേ കോളേജിലെ ജെസി എന്ന പെൺകുട്ടിയെയും ഹോസ്റ്റൽ റൂമിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. ACP ഓഫീസ്. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. രമ്യ കേസ് അന്വേഷിച്ചിരുന്ന ഓഫീസറോട് എൻ്റെ ക്യാബിനിലോട്ട് വരാൻ പറയൂ. ഓക്കെ മാഡം. തൻ്റെ ക്യാബിനിൽ പോയതിനു ശേഷം മൊബൈലിൽ എന്തൊക്കെയോ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് കേസ് അന്വേഷിച്ചിരുന്ന ഓഫീസർ അവിടേക്ക് വന്നു. കമിൻ മാഡം. യെസ് മാം, രമ്യ കേസ് അന്വേഷിച്ചിരുന്നത് ഞാനാണ്. ഓക്കെ, എന്താ തൻ്റെ പേര്? സാം. ഓക്കെ സാം, കേസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയൂ. മാഡം, രമ്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഷാളോ മറ്റെന്തെങ്കിലും തുണി ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ബോഡി കെട്ടിത്തൂക്കിയിരിക്കുന്നതെന്ന്. ഓക്കെ. കൊലയാളിയുടേതെന്ന് പറയാൻ യാതൊന്നും അവിടെ നിന്നും കിട്ടിയിട്ടില്ല. രമ്യ കൊല്ലപ്പെട്ട ദിവസം രാവിലെ ആ കുട്ടി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അച്ഛനും അമ്മയും അനിയനും അവരുടെ ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് പോയിരിക്കുകയായിരുന്നു. ഒരുപാട് പഠിക്കാനുള്ളതുകൊണ്ട് അവർക്കൊപ്പം വരുന്നില്ല എന്നാണ് ആ കുട്ടി പറഞ്ഞിരുന്നത്. അതാണ് അവർ ആ കുട്ടിയെ ഒറ്റയ്ക്കാക്കി പോയത്. അവരവിടെ നിന്നും 9 മണി കഴിഞ്ഞാണ് പുറപ്പെട്ടത്. പുറപ്പെട്ട അരമണിക്കൂർ വരെ അവരുടെ വീട്ടിലെ CCTV പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ആ സമയത്താണോ കൊലപാതകം നടന്നിരിക്കുന്നത്? അതെ മാഡം, ഇത്രയും സമയം ക്യാമറ ഹാക്ക് ചെയ്തിരിക്കാനാണ് സാധ്യത. പിന്നെ അവരുടെ പരിസരത്ത് അധികം വീടുകളൊന്നുമില്ല. ഉള്ള വീടുകളാണെങ്കിൽ തന്നെ CCTVയും ഇല്ല. അപ്പോൾ ആ പരിസരത്തെ പറ്റി നല്ലതുപോലെ അറിയാവുന്ന ആളാണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്. ആ കുട്ടിയുടെ വീട്ടുകാർക്ക് ആരെങ്കിലും സംശയമുള്ളതായി പറഞ്ഞിരുന്നോ? ഇല്ല മാഡം, അവർക്ക് അങ്ങനെ ആരെയും സംശയമില്ലായിരുന്നു. പിന്നെ അവസാനമായി ആ കുട്ടിയുടെ ഫോണിൽ നിന്നും കോൾ പോയത് പ്രവീൺ എന്ന ചെറുപ്പക്കാരൻ്റെ നമ്പറിലേക്കാണ്. അത് വെച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ആ കുട്ടി ആ പയ്യനുമായി അടുപ്പത്തിലായിരുന്നു എന്ന് അറിയാൻ സാധിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിലും മരണപ്പെടുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ആ കോൾ വിളിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ താൻ ആപത്തിലാണെന്ന് അയാളെ വിളിച്ചറിയിക്കാൻ ശ്രമിച്ചതാവാം. എന്നിട്ട് അയാൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ലായിരുന്നു. ഇല്ല മാഡം. അതെന്താ? അന്നേ ദിവസം അയാൾക്ക് പനിയായിരുന്നുവെന്നും ടാബ്ലറ്റിൻ്റെ ക്ഷീണത്താൽ മയങ്ങിപ്പോയതിനാൽ കോൾ വന്നത് അറിഞ്ഞിരുന്നില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ മിസ്ഡ് കോൾ കണ്ട് തിരിച്ചു വിളിച്ചപ്പോൾ റെസ്പോണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിലെന്തോ ഒരു പന്തികേടുണ്ടല്ലോ. അന്നേ ദിവസം ഒരു പനി. അത് ഞങ്ങൾ അന്വേഷിച്ചു മാഡം. തലേ ദിവസം അയാൾ ആശുപത്രിയിൽ പോയതിനും അന്നേ ദിവസം അയാൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതിനും തെളിവുകളുണ്ട്. എന്നാലും എനിക്ക് അയാൾ ഒന്ന് കാണണം. ഓക്കെ മാഡം, വിളിപ്പിക്കാം. പിന്നെ മറ്റൊരു കുട്ടിയും സൂയിസൈഡ് ചെയ്തിരുന്നില്ലേ? എന്താ കുട്ടിയുടെ പേര്? ജെസി. യെസ്, ജെസി. ആ കുട്ടിയുടെ മരണവും കൊലപാതകമാണെന്നൊരു ആരോപണം ഉണ്ടായിരുന്നല്ലോ മാഡം. ആ കുട്ടിയുടേത് ആത്മഹത്യ തന്നെയാണ്. ആത്മഹത്യക്ക് ഉപയോഗിച്ച സൈനൈഡിൻ്റെ ബോട്ടിൽ ആ റൂമിൽ നിന്നും കണ്ടെത്തിയിരുന്നു. മാത്രവുമല്ല, ആ ബോട്ടിലിൽ ആ കുട്ടിയുടെ വിരലടയാളവും ഉണ്ടായിരുന്നു. പിന്നെ താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് സഹോദരിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് അവർ ഈ ആരോപണവുമായി മുന്നോട്ട് പോകുന്നത്. ഓക്കെ, നമുക്കെന്തായാലും ആദ്യം രമ്യയുടെ വീട്ടിലേക്കൊന്ന് പോകണം. ഓക്കെ മാഡം. അവർ രമ്യയുടെ വീട്ടിലേക്ക് ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ആ പരിസരം നന്നായി വീക്ഷിക്കുകയും ചെയ്തതിന് ശേഷം ജെസിയുടെ വീട്ടിലേക്ക് പോയി. ജെസിയുടെ വീട്ടിൽ ചെന്ന് കോണിബെല്ലടിച്ചപ്പോൾ വാതിൽ തുറന്നത് ജെസിയുടെ സഹോദരി ജിഷിയായിരുന്നു. ഞാൻ പ്രിയാദാസ്, ACP ആണ്. അറിയാം മാഡം, വരൂ. ഹാളിൽ തന്നെ ജെസിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നോക്കിയതിനു ശേഷം പ്രിയ ജിഷിയോടായി ചോദിച്ചു, ഇതാണല്ലേ ജെസി? അതെ മാഡം. അപ്പോഴേക്കും ജെസിയുടെ അച്ഛൻ അവിടേക്ക് വന്നു. പപ്പ ACPയാ? നമസ്കാരം മാഡം. ഞങ്ങൾ വന്നത് അറിയാലോ. രമ്യ കൊലക്കേസ് ഇപ്പോൾ ഞാനാണ് അന്വേഷിക്കുന്നത്. ജെസിയുടെ മരണത്തിനും ദുരൂഹത ഉണ്ടെന്നാണല്ലോ നിങ്ങളുടെ വാദം. അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണമാവുമെന്ന് കരുതി. എന്താണ് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് തോന്നാൻ കാരണം? അത് അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മാഡം. മരണപ്പെടുന്ന ദിവസം അന്ന് രാവിലെ ഞങ്ങളെ അവൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചതായിരുന്നു. അവൾക്കൊരു കുഴപ്പവുമില്ലായിരുന്നു. അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മാഡം. എൻ്റെ മോളെ ആരോ കൊന്നതാണ്. ഓക്കെ, നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ. പിന്നെ ജെസിയുടെ മരണം കൊലപാതകമാണെന്നുള്ളതിന് യാതൊരുവിധ തെളിവുകളുമില്ല. മറിച്ച് ആത്മഹത്യ ആണുള്ളതിന് വ്യക്തമായ തെളിവുകളുമുണ്ട്. യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയണം, അത്രയേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇയാൾ ജെസിയുടെ എൻ്റെ 2ാമത്തെ മകളാണ് മാഡം. ഇയാൾ എന്ത് ചെയ്യുന്നു? അവളും മെഡിസിന് തന്നെയാണ് പഠിക്കുന്നത്. ഓക്കെ, എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ശരി മാഡം. ജെസി ഇപ്പോൾ മരണപ്പെട്ടിട്ട് എത്ര നാളായി? 2 മാസം കഴിഞ്ഞു. ശരി. ജെസിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയവർ കാറിൽ വെച്ച് വീണ്ടും കേസിനെ കുറിച്ച് സംസാരിച്ചു. സാം, എന്താ മാഡം? രമ്യയുടെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾ ചോദ്യം ചെയ്തിരുന്നില്ലേ? ചെയ്തിരുന്നു മാഡം.
അവരൊക്കെ പറഞ്ഞത് മരണപ്പെടുന്നതിന് മുമ്പുള്ള ദിവസങ്ങൾ രമ്യ വളരെ മൂഡ് ഓഫ് ആയിരുന്നു എന്നാണ്. സാം നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോകൂ, എനിക്ക് രമ്യയുടെ ഫ്രണ്ട്സിനെ ഒന്ന് കാണണം. ഓക്കെ മാഡം. കോളേജിലെത്തിയതിനു ശേഷം അവർ രമ്യയുടെ അടുത്ത സുഹൃത്തായ ഇഷാനിയെ കാണുകയും ഇഷാനിയോട് ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. മരണപ്പെടുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ ആള് വളരെ മൂഡ് ഓഫ് ആയിരുന്നു മാഡം. എപ്പോഴും എന്തൊക്കെയോ ചിന്തിച്ചിരിക്കും. ക്ലാസ്സിലൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു. എന്താ അങ്ങനെയെന്ന് ഇഷാനി ചോദിച്ചിരുന്നില്ലേ? ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. അവൾ ആരെയോ പേടിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് മാഡം. അതെന്താ ഇയാൾക്ക് അങ്ങനെ തോന്നാൻ കാരണം? ചില സമയത്ത് ചില ഫോൺ കോൾ വരുമ്പോൾ അറ്റൻഡ് ചെയ്യാതെ പേടിച്ചിരിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അത് റോങ് നമ്പർ ആണെന്നും എടുത്താൽ ശല്യമാണെന്നും ഒക്കെ പറയും. ഓക്കേ, രമ്യ ഒരു ചെറുപ്പക്കാരനുമായി അടുപ്പത്തിലായിരുന്നില്ലേ? ആ കാര്യം ഇഷാനിക്ക് അറിയാമായിരുന്നോ? അറിയാമായിരുന്നു മാഡം. പ്രവീൺ എന്നാണ് അവൻ്റെ പേര്. ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായി തനിക്ക് അറിയാമായിരുന്നോ? പ്രശ്നങ്ങളെന്ന് പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മിക്കപ്പോഴും എന്തെങ്കിലും പറഞ്ഞ് പിണങ്ങാറുണ്ട്. അത് അധിക സമയം നീളാറുമില്ല. ഇഷാനിയോട് രമ്യ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ഒരുവിധം എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ച് മാത്രം എത്ര ചോദിച്ചിട്ടും പറഞ്ഞിരുന്നില്ല. തനിക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ? അത് ഞാൻ പറഞ്ഞല്ലോ മാഡം, ചില നേരത്ത് അവൾക്ക് വരുന്ന ഫോൺ കോൾ, അതിന് പിന്നിലെ ആളെ എനിക്ക് സംശയമുണ്ട്. ഓക്കെ, ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി. ഇഷാനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത്. ശരി മാഡം. സാം, മാഡം രമ്യയുടെ ഫോൺ കോൾസിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിരുന്നില്ലേ? ഓൾറെഡി അത് എടുത്തതാണ് മാഡം. അതിലങ്ങനെ സംശയിക്കത്തക്ക ഒന്നുമില്ലായിരുന്നു. ഓക്കെ. അവർ ഓഫീസിൽ ചെന്നതിന് ശേഷം സാം ഫോൺ കോളിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് ACPയുടെ കയ്യിൽ കൊടുത്തു. മാഡം, ഇതാ കുട്ടി മരിക്കുന്നതിന് 3 മാസം മുമ്പ് വരെയുള്ള ഫോൺ കോളിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ACP അത് വാങ്ങി നോക്കി. മാഡം, അതിൽ സാധാരണ അയാളെ വിളിക്കുന്ന നമ്പേഴ്സ് കൂടാതെ കുറച്ച് നമ്പറുകൾ മാത്രമേ ഉള്ളൂ. അതെന്ന് പറയുമ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റ് പോലെയുള്ള ഇഷാനി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആ കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ സാം ഒരു കാര്യം ചെയ്യും, ഇതിലെ ഓരോ നമ്പറും ആരൊക്കെയാണെന്നും അവരും രമ്യയും തമ്മിലുള്ള ബന്ധം, ഏതൊക്കെ ദിവസം എപ്പോഴേക്ക് വിളിച്ചു എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് എടുക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പോലീസ് നമ്പർ ട്രേസ് ചെയ്യുമെന്ന് അറിയാവുന്നത് കൊണ്ട് പല നമ്പറിൽ നിന്നും അവൻ വിളിച്ചിട്ടുണ്ടാവുക. ഓക്കെ മാഡം. അടുത്ത ദിവസം. മാഡം വരൂ സാം. മാഡം ഇന്നലെ പറഞ്ഞ ഡീറ്റെയിൽസ് ഇതാണ്. അതിൽ വിളിച്ചിരിക്കുന്ന ഒരുവിധം എല്ലാ നമ്പറുകളും ആ കുട്ടിയുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സുമാണ്. പിന്നെ ക്രെഡിറ്റ് കാർഡ്, ഇൻഷുറൻസ്, പ്രോപ്പർട്ടി ലോൺ അങ്ങനെയെല്ലാമുള്ള അഡ്വർടൈസ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. പിന്നെ എങ്ങനെയാ? ഒരുപക്ഷെ മാഡം ഫേസ്ബുക്ക്, വാട്സപ്പ് പോലുള്ള ആപ്പിലൂടെ ആയിക്കൂടെ? എല്ലാത്തിനും കോൾ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടല്ലോ. യെസ്, ആ വഴിയിലും ഒരു അന്വേഷണം വേണം. ആ കുട്ടി ആരെയാണ് പേടിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തിയാലേ കൊലയാളിയിലേക്ക് നമുക്ക് വേഗം എത്താൻ കഴിയൂ. എത്രയും വേഗം രമ്യയുടെ ഫോണിൽ നിന്നും മറ്റ് ഡീറ്റെയിൽസ് എടുക്കണം. യെസ് മാഡം. 4-5 മണിക്കൂറിന് ശേഷം. കമിങ് മാഡം. യെസ്, ഞാൻ നേരത്തെ വന്നിരുന്നു. മാഡം അപ്പോൾ കോൺഫറൻസിലാണെന്ന് പറഞ്ഞു. യെസ്, എന്താ സാം? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരാനുണ്ട് മാഡം. 2 മണിക്കൂറിന് മുമ്പ് രമ്യയുടെ ഫാദർ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ രമ്യ സ്ഥിരമായി യൂസ് ചെയ്തിരുന്ന കുറച്ച് ഓർണമെൻറ്റ്സ് ഏകദേശം ഒരു 10 പവനോളം ഉണ്ടായിരുന്നു. പക്ഷെ മരണപ്പെട്ട സമയത്ത് ആ കുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്നതെല്ലാം ഗോൾഡ് കവറിംഗ് ആയിരുന്നു. മാത്രമല്ല ആ കുട്ടിയുടെ അക്കൗണ്ടിൽ നിന്നും പലപ്പോഴായി പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 70,000 രൂപ. എന്നിട്ട് സാം ആ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എടുത്തില്ലേ? എടുത്തു മാഡം. അത് ചെന്നിരിക്കുന്നത് രമേശ് എന്ന ആളുടെ അക്കൗണ്ടിലേക്കാണ്. ഈ രമേശ് എന്ന് പറയുന്നത് കൊല്ലപ്പെട്ട രമ്യയുടെ കസിനാണ്. രമ്യയുടെ കോൾ ലിസ്റ്റിൽ രമേശിൻ്റെ നമ്പറിൽ നിന്നും കോളുകൾ വന്നിട്ടില്ലേ? ഉണ്ട് മാഡം. പക്ഷേ ഈ നമ്പറല്ല അയാൾ യൂസ് ചെയ്യുന്നത്, മറ്റൊരു നമ്പറാണ്. അപ്പോൾ അവനായിരിക്കാം ഇഷാനി പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആ ഫോൺ കോളിന് പിന്നിലുള്ളത്. സാം എത്രയും വേഗം രമേശിനെ കസ്റ്റഡിയിലെടുക്കണം. ഓക്കെ മാഡം. അവർ രമേശിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി രമേശിൻ്റെ വീട്ടിലേക്ക് ചെന്നു. രമേശിൻ്റെ അച്ഛൻ പുറത്ത് സിറ്റ് ഔട്ടിൽ ഇരിക്കുകയായിരുന്നു. പോലീസിൻ്റെ വണ്ടി കണ്ട് അദ്ദേഹം അമ്പരന്ന് നിന്നു. ഞാൻ പ്രിയാദാസ്, ACP. എന്താ മാഡം, ഈ രമേശ് നിങ്ങളുടെ മകനാണോ? അതെ. ആളകത്തുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് വിളിക്കണം. അയ്യോ മാഡം, അവനിവിടെ ഇല്ല. എവിടെ പോയി? ബാംഗ്ലൂര്. എന്നാ പോയത്? ഒരാഴ്ചയിൽ കൂടുതലായി. കറക്റ്റ് പറഞ്ഞാൽ ഒരു 9 ദിവസമായി. എന്തിനു വേണ്ടിയാ ബാംഗ്ലൂർ പോയത്? അത് ഓഫീസിലെന്തോ ആവശ്യത്തിനാണെന്നാ പറഞ്ഞേ. ഒറ്റയ്ക്കാണോ പോയേ? അതറിയില്ല മാഡം. എന്താ മാഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. എത്ര ദിവസത്തെ യാത്രയാണെന്നാ പറഞ്ഞേ? അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല മാഡം. ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും അവനോട് ചോദിക്കാറില്ല. ചോദിച്ചാലും അവൻ പറയത്തില്ല. രമ്യയും രമേശും തമ്മിൽ എങ്ങനെയാ? നല്ല അടുപ്പത്തിലാണോ? അടുപ്പമെന്ന് വെച്ചാൽ ഫോൺ വിളിക്കും, പിന്നെ കാണുമ്പോൾ നല്ല സ്നേഹത്തിലുമൊക്കെയാണ് പെരുമാറുന്നത്, അല്ലാതെ വേറൊന്നുമില്ല. രമേശിന് കാശിന് എന്തെങ്കിലും അത്യാവശ്യം വരികയോ രമ്യയോട് കടം വാങ്ങുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? അവനെന്തെങ്കിലും ആവശ്യം വന്നാൽ അവൻ എന്നോട് ചോദിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട്. അല്ലാതെ. മാത്രവുമല്ല അവളുടെ കയ്യിൽ എവിടുന്നാ മാഡം ക്യാഷ്? അവൾ പഠിക്കുന്ന കുട്ടിയല്ലേ. ശരി, രമേശ് വരുമ്പോൾ ഞങ്ങളെ വിവരം അറിയിക്കണം, അല്ലെങ്കിൽ സ്റ്റേഷനിലേക്കൊന്ന് വരാനും പറയണം. ഓക്കെ മാഡം.
മാഡം, അവർ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ രമ്യ കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുമ്പേ രമേശ് ബാംഗ്ലൂരിലേക്ക് പോയില്ലേ? പിന്നെ എങ്ങനെയാ? ആളെ വെച്ച് ചെയ്യാമല്ലോ സാം. മാത്രവുമല്ല, അവൻ ബാംഗ്ലൂരിലേക്കാണ് പോയതെന്നുള്ളതിൻ്റെ എന്താ തെളിവ്? സാം ഒരു കാര്യം ചെയ്യേ, രമേശ് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ പോയെന്ന് അന്വേഷിക്കണം. അവൻ ബാംഗ്ലൂർ പോയിട്ടുണ്ടോ എന്നും പോയിട്ടുണ്ടെങ്കിൽ അത് കമ്പനി ആവശ്യപ്പെട്ടിട്ടാണോ എന്നും നോക്കണം. ഓക്കെ മാഡം. മാഡം, പ്രവീൺ വന്നിട്ടുണ്ട്, വരാൻ പറയൂ. പ്രവീൺ അല്ലേ? അതെ മാഡം. ഞങ്ങൾ വിളിപ്പിച്ചത് രമ്യയുടെ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ്. പ്രവീൺ ഇരിക്കെ. രമ്യയും പ്രവീണുമായി അടുപ്പത്തിലായിട്ട് എത്ര നാളായി? ഒരു 9 അല്ല 10 months ആവും മാഡം. എങ്ങനെ നിങ്ങൾ തമ്മിലുള്ള പരിചയം? അത് എൻ്റെ ഫ്രണ്ടിൻ്റെ കസനാണ് രമ്യ. അവരുടെ റിലേറ്റീവിൻ്റെ ഫംഗ്ഷൻ വെച്ച് കണ്ടിട്ടുള്ള പരിചയമാ. പിന്നെ FB വഴി പരിചയപ്പെട്ടു, അടുപ്പത്തിലായി. എന്താ ഇയാളുടെ ഫ്രണ്ടിൻ്റെ പേര്? രമേശ്. രമേശോ? രമ്യയും പ്രവീണും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ല മാഡം. രമ്യ എപ്പോഴെങ്കിലും കാശിന് അത്യാവശ്യമുള്ളതായി പറയുകയോ നിങ്ങളിൽ നിന്നും ക്യാഷ് കടം വാങ്ങുകയോ ചെയ്തിട്ടുണ്ടോ? അത് 1-2 പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട്. എന്തോ അത്യാവശ്യമാണെന്നാണ് പറഞ്ഞത്. പിന്നെയാ മനസ്സിലായത് അത് രമേശിന് കൊടുക്കാൻ വേണ്ടിയാണെന്ന്. ഈ രമേശിന് എന്താ കാശിന് ഇത്ര ആവശ്യം? അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആർഭാടപ്രിയനാ മാഡം. ക്യാഷ് എത്ര കിട്ടിയാലും അവൻ്റെ ചിലവിന് തികയില്ല. ചിലപ്പോഴേക്ക് രമ്യയും സഹായിക്കാറുണ്ട്. രമ്യയുടെ കയ്യിൽ എവിടുന്ന ക്യാഷ്? കോളേജിൽ എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് വീട്ടിൽ നിന്ന് വാങ്ങും, എന്നിട്ട് അവന് കൊടുക്കും. പലപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ വീട്ടിൽ പറയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ക്യാഷ് വാങ്ങുന്നത്. അയാൾക്ക് ബാഡ് ഹാബിറ്റ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അത് സ്മോക്കിംഗ്, ഡ്രിങ്ക്സ്, അങ്ങനെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല മാഡം. പിന്നെ 1-ൽ കൂടുതൽ പെൺകുട്ടികളുമായിട്ട് അവന് അടുപ്പമുണ്ട്. നിങ്ങൾ 2 പേരും ഒരേ കൺസ്ട്രക്ഷൻ കമ്പനിയിലല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ സാർ. രമേശ് ഇപ്പോൾ കമ്പനി ആവശ്യത്തിനായി ബാംഗ്ലൂരിലാണല്ലേ? അതെനിക്കറിയില്ല മാഡം. എനിക്ക് ദുബായിലേക്ക് ഒരു ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. ഓക്കെ പ്രവീൺ, ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദിയുണ്ട്. താങ്ക് യു മാഡം. എന്നാൽ ഞാൻ ഓക്കെ. തെളിവുകളൊക്കെ രമേശിനെതിരാണല്ലോ മാഡം. അവൻ ഇങ്ങോട്ട് വന്നാലുടൻ അറസ്റ്റ് ചെയ്യണം. ഇനി വന്നില്ലെങ്കിൽ അവിടെ ചെന്ന് അവനെ പൊക്കണം. പിറ്റേ ദിവസം രാവിലെ തന്നെ പ്രിയാദാസിന്റെ ഫോണിലേക്ക് സാമിന്റെ കോൾ വന്നു. എന്താ സാം, രാവിലെ തന്നെ? ഓക്കെ, ഞാനിതാ എത്തി. വേഗം റെഡിയായി പ്രിയ പുറപ്പെട്ടു. അവിടെ നിറയെ ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മീഡിയാസും. പ്രിയയുടെ കോൾ വന്നതും സാമും മറ്റു പോലീസുകാരും അവരുടെ അടുത്തേക്ക് പോയി. എപ്പോഴാണ് സാം ബോഡി കണ്ടത്? ഇന്ന് രാവിലെയാ മാഡം. തേങ്ങയിടാൻ വന്നവരാണ് ആദ്യം കണ്ടത്. കൂടെയുള്ള പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞോ? യെസ് മാം. അനു എന്നാണ് ആ കുട്ടിയുടെ പേര്. ഫാഷൻ ഡിസൈനറാണ്. അവർ 2 പേരും ഒരുമിച്ചാണ് ബാംഗ്ലൂർ പോകാനിരുന്നത്. ബോഡിയിൽ നിന്നും 2 ട്രെയിൻ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് നീങ്ങി കരഞ്ഞു തളർന്ന ഒരു സ്ത്രീയും അവരെ താങ്ങി നിൽക്കുന്ന ഒരു പുരുഷനും. മാം, അവരാണ് ആ കുട്ടിയുടെ പേരൻസ്. പ്രിയ ബോഡികളുടെ അടുത്തേക്ക് ചെന്നു. രമേശിന്റെ മൃതദേഹം തൂങ്ങി നിൽക്കുന്ന നിലയിലും അനുവിൻ്റേത് നിലത്ത് കിടക്കുന്ന രീതിയിലുമായിരുന്നു. 1 ആഴ്ചയോളം പഴക്കമുണ്ട് മാഡം. ബോഡി ആദ്യം ആരാ കണ്ടത്? ഇവിടെ തേങ്ങയിടാൻ വന്നവരാണ് മാം. ഡോ, താനിങ് വന്നേ. താനാണോ ബോഡി ആദ്യം കണ്ടത്? അതെ മാഡം. രാവിലെ തെങ്ങ് കയറാൻ വന്നപ്പോഴാ ഒരു ചെറിയ നാറ്റമുണ്ടായിരുന്നു. വല്ല പെരിച്ചായിയോ മറ്റോ ചത്തു കിടക്കുന്നതാണെന്ന് ആദ്യം കരുതിയത്. പിന്നെ ഇതിനകം തുറന്നു നോക്കിയപ്പോഴാണ്. അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചറിയിച്ചു. ഈ സ്ഥലം ആരുടെയാ? അതൊരു ഗൾഫുകാരൻ്റെ മാഡം. നോക്കുന്നതൊക്കെ സോമൻ ചേട്ടനാ. തേങ്ങയിടാൻ സമയമാകുമ്പോൾ അങ്ങേര് ഞങ്ങളെ വിളിക്കും. ഞങ്ങൾ വന്ന് ഇട്ടേച്ചും പോകും. എപ്പോഴും നിങ്ങൾ തന്നെയാണോ വരുന്നത്? അതെ സാറേ. സാം, ഈ സോമൻ എന്നയാളെ വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കണം. ഓക്കെ മാഡം. ഇവിടുത്തെ നടപടിക്രമങ്ങൾ ഏതുവരെയായി? കഴിഞ്ഞു മാഡം. ബോഡി ഇപ്പോൾ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകും. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം. കമ്മിങ് മാഡം. വരൂ സാം, ഇരിക്ക്. മാഡം, രമേശും അനുവും ഈ മാസം 15-നാണ് ബാംഗ്ലൂർക്കാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. 15 പറയുമ്പോൾ ഇന്ന് 10 ദിവസമായില്ലേ? അതെ മാഡം. മാത്രവുമല്ല, രമേശ് പോയത് കമ്പനി ആവശ്യത്തിനൊന്നുമല്ല. 1 ആഴ്ചത്തേക്ക് അയാൾ പേഴ്സണൽ ലീവാണ് എടുത്തിരുന്നത്. അപ്പോൾ അനുവോ? ആ കുട്ടിയും രമേശുമായി കുറച്ച് നാളായിട്ട് അടുപ്പത്തിലായിരുന്നു മാഡം. ആ കുട്ടി തൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജിന് പങ്കെടുക്കുന്നതിനായി ഫ്രണ്ട്സിനോടൊപ്പം പോകുന്നു എന്നാണ് വീട്ടിൽ പറഞ്ഞിരുന്നത്. അനുവിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ പാരൻസ് അവളുടെ ഫ്രണ്ട്സിനെ വിളിച്ച് കാര്യം തിരക്കിയപ്പോഴാണ് അനു മാരേജിന് എത്തിയിട്ടില്ല എന്നറിയാൻ കഴിഞ്ഞത്. അവർ അപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടില്ലേ? ഉവ്വ മാഡം. ഈ കുട്ടിയെ മിസ്സിംഗ് ആണെന്ന് കാണിച്ച് വീട്ടുകാർ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്വേഷണത്തിൽ രമേശും അനുവും ഒന്നിച്ചാണ് മിസ്സിംഗ് ആയതെന്ന് അവർ കണ്ടെത്തിയിരുന്നു. പിന്നെ അവരുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു മരണം സംഭവിച്ചത്. അപ്പോഴേക്കും മറ്റൊരു പോലീസുകാരൻ അവിടേക്ക് വന്നു. കോശി, ഇരിക്കെ. കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്നും എടുത്ത ഫോട്ടോസ് കോശി പ്രിയാദാസിന് കൈമാറി. അവരത് തുറന്ന് ഫോട്ടോസ് വ്യക്തമായി പരിശോധിച്ചു. മാം, രമേശിൻ്റെ ബോഡി തൂങ്ങി നിൽക്കുന്ന നിലയിലും അനുവിൻ്റേത് നിലത്ത് കിടക്കുന്ന രീതിയിലുമായിരുന്നു. മാത്രവുമല്ല, രമേശിൻ്റെ ബോഡിയിൽ നിന്നും കുത്തിയ കത്തി എടുത്തു മാറ്റാത്ത രീതിയിലുമായിരുന്നു. അതിപ്പോൾ അനുവിനും കുത്തിയിട്ടിട്ടുണ്ടല്ലോ. അതെ സാർ. കോശിക്ക് എന്ത് തോന്നുന്നു? മാം, എനിക്ക് തോന്നുന്നു ഇവരുടെ ഇടയിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നമുണ്ടായിരുന്നിരിക്കാം. പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ രമേശ് അനുവിനെ കുത്തിയിട്ടുണ്ടാവും. ആ കുത്തിൽ അനു മരണപ്പെടുകയും ചെയ്തു.
അങ്ങനെയെങ്കിൽ രമേശിനെ ആരാ കൊലപ്പെടുത്തിയത്? അത് കുറ്റബോധം കൊണ്ട് ആത്മഹത്യ ചെയ്തതായി കൂടെ? അതെങ്ങനെയാ? അപ്പോൾ രമേശിന്റെ ശരീരത്തിൽ കത്തി കുത്തിയിറക്കിയത് ആരാ? അത് തൂങ്ങുന്ന സമയത്ത് വേദന സഹിക്കാൻ കഴിയാതെ അയാൾ തന്നെ സ്വയം കുത്തിയതായി കൂടെ? എന്ത് ഫൂളിഷ്നെസ്സാണ് കോശി താനീ പറയുന്നത്? അല്ല മാം, ഞാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ മാഡം. അതെ, അതിനു മുമ്പ് കണ്ടെത്തേണ്ടത് ബാംഗ്ലൂർ പോയ അവരെന്തിനാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ എത്തിയതെന്നാണ്. സാം, മാഡം, ബോഡി കിട്ടിയ സ്ഥലത്തേക്ക് പോകാൻ ആ എൻട്രി അല്ലാതെ വേറെ ഏതെങ്കിലും വഴിയുണ്ടോ? ഇല്ല മാഡം, ആ ഒരു എൻട്രിയേ ഉള്ളൂ. സാം ഒരു കാര്യം ചെയ്യേ, ആ എൻട്രി മുതൽ ബോഡി കണ്ടെത്തിയ സ്ഥലം വരെ എവിടേക്ക് CCTV ഉണ്ടെന്ന് അന്വേഷിക്കണം. ഓക്കെ മാഡം. പിറ്റേ ദിവസം. എന്തായി സാം? മാഡം പറഞ്ഞതുപോലെ ആ പരിസരത്തുള്ള CCTVയുടെ എണ്ണം എടുത്തിട്ടുണ്ട്. മെയിൻ എൻട്രിയിൽ നിന്നും ഈ മർഡർ നടന്ന സ്ഥലം വരെ 2 CCTV ക്യാമറകളാണുള്ളത്. അതിലൊന്ന് കയറുന്നിടത്താണ്, അതായത് എൻട്രിയിലോട്ട് കടക്കുന്ന സ്ഥലം. പിന്നെ ബോഡി കിട്ടിയ സ്ഥലത്തിന് കുറച്ചു മുൻപായി. ഈ സ്ഥലം കഴിഞ്ഞതിന് ശേഷം പിന്നെ 2 ഇടത്ത്. ഓക്കെ, അപ്പോൾ 2 ക്യാമറയിൽ നിന്നുമുള്ള 15 ദിവസത്തെ വിഷ്വൽസ് എടുക്കണം. അതിൽ നിന്നും രണ്ടാമത്തെ ക്യാമറ താണ്ടിപ്പോയ വണ്ടികളുടെ ഡീറ്റെയിൽസും. മാം, അതിൽ ഒരുപാട് വാഹനങ്ങൾ കാണില്ലേ? അതിൽ നിന്നും എങ്ങനെയാ? അത് റിസ്ക് അല്ലേ മാഡം? അതെ, പക്ഷെ നമുക്ക് അത്രയും ദിവസത്തെ വിഷ്വൽസും ചിക്കി ചെയ്യേണ്ട ആവശ്യകതയില്ലല്ലോ സാം. ഈ 15 ദിവസത്തിന്റെ ഇടയിൽ ഒരു ദിവസമാണ് കൊലയാളി അവരെ അവിടെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത്രയും ദിവസത്തെ വിഷ്വൽസ് എടുക്കാൻ ഞാൻ പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബോഡിയുടെ പഴക്കമനുസരിച്ച് ആ ദിവസം ഏതാണെന്ന് കണ്ടെത്താൻ കഴിയും. പിന്നെ ആ ദിവസത്തെ വിഷ്വൽസ് മാത്രം പരിശോധിച്ചാൽ മതിയാവും. പിന്നെ അതൊരു റെസിഡൻഷ്യൽ പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ അതുവഴി കടന്നുപോയ വാഹനങ്ങൾ പലതും അവിടെ താമസിക്കുന്നവരുടേതായിരിക്കും. വളരെ കുറച്ച് മാത്രമായിരിക്കും പുറത്തു നിന്നുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ കൂടുതൽ അന്വേഷണം നടത്താൻ സാധിക്കുകയുള്ളൂ, അല്ലേ മാഡം? അതെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എപ്പോൾ കിട്ടുമെന്നാണ് അറിയിച്ചത്? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. ഉച്ച കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി സാം ACPയുടെ റൂമിലേക്ക് ചെന്നു. ACP ഫോണിൽ ആരുമായിട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ സാം കയറി ചെന്നു. സാമിനോട് ഇരിക്കാൻ പറഞ്ഞു. എന്തോ ഫാമിലി മാറ്റർ ആയിരുന്നു അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം പ്രിയ സാമുമായി സംസാരിച്ചു. എന്താ മാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നും പറയണ്ട സാം, എൻ്റെ കസിനും ഫ്രണ്ടും സഞ്ചരിച്ചിരുന്ന ബൈക്കും ഒരു കാറും തമ്മിൽ കൂട്ടിയിടിച്ചു. പിന്നെ അതിനെ ചൊല്ലി വാക്കുതർക്കമായി, കയ്യേറ്റമായി, അവസാനം കേസുമായി. അവൻ പറയുന്നത് കാർ ഓടിച്ചിരുന്ന ആളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നാ. അവരെ ആദ്യം മർദ്ദിച്ചതും അയാളായിരുന്നു. ആ കാറുകാരൻ പാർട്ടിയിൽ വലിയ പിടിയുള്ള ആളാണ്. അതും പറഞ്ഞ് ഷോ ഇറക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കേസിൽ നേരിട്ട് ഇടപെടാൻ പറ്റില്ല. സാമിനെ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? അതിനെന്താ മാഡം, ഞാനെന്താ ചെയ്യേണ്ടത്? അവൻ പറയുന്നത് സംഭവം നടന്ന അവിടെ അടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ CCTV ഉണ്ടായിരുന്നു. അവിടെ നടന്നതൊക്കെ അതിൽ പതിഞ്ഞിട്ടുണ്ടാവുമെന്നാണ്. ആ വിഷ്വൽസ് കിട്ടിയാൽ ഇവരുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് കോടതിയിൽ ബോധിപ്പിക്കാൻ കഴിയും. എന്നാൽ പിന്നെ അതെടുത്താൽ പോരെ മാഡം? അതെ, പക്ഷെ അയാളത് കൊടുക്കാൻ തയ്യാറാവുന്നില്ലല്ലോ. അന്നേ ദിവസം ക്യാമറ കംപ്ലൈൻ്റ് ആയിരുന്നു എന്ന് അയാൾ പറയുന്നത്. സാം, ആ മെഡിക്കൽ ഷോപ്പിൽ നിന്നും അന്നേ ദിവസത്തെ വിഷ്വൽസ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് എടുത്തു തരണം. മറ്റെന്തെങ്കിലും കേസിൻ്റെ ആവശ്യം പറഞ്ഞ്. അത് മാഡം പേടിക്കണ്ട, ആ കാര്യം ഞാനേറ്റു. എവിടെയാ മാഡം സ്ഥലം? ബേക്കറി ജംഗ്ഷനിലുള്ള ആനന്ദ് മെഡിക്കൽസ് ഇല്ലേ, അവിടെയാ. ഓക്കെ മാഡം. മാം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഓ. സാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രിയാദാസിന്റെ കയ്യിൽ കൊടുത്തു. പ്രിയാദ് തുറന്നു നോക്കി. മാഡം, അനുവിന്റെ ബോഡിയിൽ ആഴത്തിലുള്ള 2 കുത്തുകളും രമേശിന്റെ ബോഡിയിൽ 3-ൽ പരം കുത്തുകളുമുണ്ട്. മുറിവിന്റെ ആഴം വെച്ച് നോക്കുകയാണെങ്കിൽ കട്ടിയുള്ള കൂർത്ത മുനയുള്ള എന്തോ കൊണ്ടാണ് കുത്തിയിരിക്കുന്നത്. ഡോക്ടർ പറയുന്നത് മുറിവിന്റെ ഷേപ്പ് വെച്ച് നോക്കുവാണെങ്കിൽ തേങ്ങ പൊളിക്കാൻ ഉപയോഗിക്കുന്ന പാരാകാനാണ് സാധ്യത. ഓഹോ. പിന്നെ രമേശിന്റെ ബോഡിയിലുണ്ടായിരുന്ന കത്തിയിൽ രമേശിന്റെ രക്തക്കറ മാത്രമേ പുരണ്ടിട്ടുള്ളൂ. ആ കത്തി കൊണ്ടുള്ള ഒരു മുറിവ് മാത്രമേ ഉള്ളൂ. പിന്നെ 2 പേരുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ട്. ബോഡിക്കാണെങ്കിൽ 13 ദിവസത്തോളം പഴക്കമുണ്ട്. അപ്പോൾ സാമു ഒരു കാര്യം ചെയ്യേ, ആ ദിവസം വച്ചുള്ള CCTV വിഷ്വൽസ് ഒന്ന് പരിശോധിക്കണം. ഓക്കെ മാഡം. ACPയുടെ റൂമിൽ നിന്നും പുറത്തിറങ്ങിയ സാം അല്പസമയത്തിനകം വീണ്ടും അവിടേക്ക് ചെന്നു. കമിൻ മാഡം. യെസ്. എന്താ സാം? മാഡം, ആ സോമൻ എന്നയാൾ വന്നിട്ടുണ്ട്, ബോഡി കിട്ടിയ സ്ഥലത്തിന്റെ. ഓ, വരാൻ പറയൂ. സോമൻ അകത്തേക്ക് കയറി വന്നു. സോമൻ ഇരിക്കെ. ഞങ്ങൾ സോമനെ അന്വേഷിച്ച് നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. അപ്പോഴറിഞ്ഞത് സോമൻ അവിടെ ഇല്ല, പഴനിക്ക് പോയിരിക്കുവാന്ന്. അതെ മാഡം, ഒരു നേർച്ചക്കടമുണ്ടായിരുന്നു. ഓക്കെ. ഞങ്ങൾ വിളിപ്പിച്ചത് എന്തിനാണെന്ന് സോമന് മനസ്സിലായോ? ഓ, വാർത്തയിൽ കണ്ടിരുന്നു. പിന്നെ എന്നെ തിരക്കി സാറന്മാർ വീട്ടിൽ കൂടി വന്നതോടെ ഭാര്യ ഒരു സ്വസ്ഥത തന്നിട്ടില്ല. ഓക്കെ. ആ തെങ്ങിൻതോട്ടം ആരുടെ പേരിലുള്ളതാ? അതൊരു ഗൾഫുകാരൻ്റെ മാഡം. എന്താ അയാളുടെ പേര്? സുലൈമാൻ എന്ന പേര്. കുടുംബത്തോടെ ഗൾഫിലാണ്. നിങ്ങൾ തമ്മിലുള്ള പരിചയം? 4 വർഷം മുമ്പ് ഞാൻ അവരുടെ വീട്ടിലെ ഡ്രൈവറായിരുന്നു. അവർ കുടുംബത്തോടെ താമസം ഗൾഫിലാക്കിയപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്നെ ഏൽപ്പിച്ചു. ഇത് എത്ര സെന്റ് സ്ഥലമുണ്ട്? 4 ഏക്കറാ സാറേ. ഇതുപോലെ വേറെയും 3 ഇടത്തുണ്ട്. അവിടുത്തെ കാര്യങ്ങളും ഇയാൾ തന്നെയാണോ നോക്കുന്നത്? അതെ. ആദ്യമൊക്കെ ദിവസം പോയി നോക്കുമായിരുന്നു. പിന്നെ തേങ്ങയിടാൻ സമയമാകുമ്പോഴും ഇടയ്ക്ക് കിളക്കിലും കളവറക്കിലും നടക്കുമ്പോൾ മാത്രമായി. അതെന്താ, തരുന്ന ശമ്പളം കുറഞ്ഞു പോയതുകൊണ്ടാണോ? അതൊക്കെ കറക്റ്റാ. സത്യം പറയാമല്ലോ സാറേ, പാവപ്പെട്ടവൻ ജീവിക്കാൻ വേണ്ടി വല്ലതും നട്ടുപഠിപ്പിച്ചാൽ ലോകത്തുള്ള എല്ലാ കീടങ്ങളും രോഗങ്ങളും അതിൽ വന്ന് പണി നടത്തും.
എന്നാൽ ഇട്ടുമൂടാൻ സമ്പത്തുള്ളവർ ഒരു തൈ വെറുതെ കൊണ്ട് നട്ടാൽ മതി, കീടങ്ങൾ പോലും തിരിഞ്ഞു നോക്കില്ല, പിന്നെയോ ഒടുക്കത്തെ കായ്ഫലവുമായിരിക്കും. അതുകൊണ്ട് എന്നും കെട്ടിയൊരുങ്ങി ഇതിൻ്റെ പിറകെ നടക്കുന്നത് ഞാനങ്ങ് നിർത്തി. സോമൻ ലാസ്റ്റ് എന്നാ അവിടെ പോയത്? അത് 2 അല്ല 3 ആഴ്ചയാവും. ഉറപ്പാണോ? അതെ, എൻ്റെ ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിക്ക് അവിടെ ഒന്ന് കയറിയിരുന്നു. അന്ന് നിങ്ങൾ മാത്രമായിരുന്നോ? അതോ? അല്ല സാറേ, അന്ന് ഞാനും എൻ്റെ അനിയനും ഞങ്ങളുടെ ഭാര്യമാരും പിന്നെ അനിയൻ്റെ മകളും കൂടെ ഉണ്ടായിരുന്നു. ആ പ്രോപ്പർട്ടിയുടെ കീ നിങ്ങൾ വേറെ ആരെങ്കിലും ഏൽപ്പിക്കാറുണ്ടോ? ഇല്ല, ഇത്തവണ മാത്രം ഞാൻ യാത്ര പോകുന്നത് കൊണ്ട് വീട്ടിൽ ഭാര്യയെ ഏൽപ്പിച്ചു. ചുറ്റുമതിലിൽ മുള്ളുകമ്പ് ചുറ്റിയിട്ട് എത്ര നാളായി? 2 വർഷം കഴിയും സാറേ. മോഷണം കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ മുതലാളിയെ കൊണ്ട് ആദ്യം ക്യാമറ വെപ്പിച്ചു. അതിനെയും അവന്മാർ നശിപ്പിച്ച് അതുകൊണ്ട് തന്നെ ക്യാഷ് കുറച്ച് കൂടുതൽ മുടക്കി കമ്പി അങ്ങ് ചുറ്റി. പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ലേ? ഇല്ല സാറേ. എന്നാൽ പിന്നെ താൻ പൊക്കോ, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിപ്പിക്കാം. ശരി സാറേ. ഇയാൾ പറഞ്ഞതൊക്കെ വിശ്വസിക്കണോ? ആ പ്രോപ്പർട്ടിയിൽ കയറണമെങ്കിൽ ഗേറ്റ് വഴി മാത്രമേ സാധിക്കുകയുള്ളൂ. അയാൾ കീ കൊടുക്കാതെ പുറത്തു നിന്നും ഒരാൾക്ക് അതിനുള്ളിൽ കയറാൻ പറ്റില്ല. അതൊക്കെ എനിക്കും അറിയാം സാം, പക്ഷേ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തേ പറ്റൂ. സാം ഒരു കാര്യം ചെയ്യ്, എത്രയും വേഗം ആ CCTV വിഷ്വൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. ഓക്കെ മാഡം. അന്നേ ദിവസം രാത്രി സാം ACPയെ കാണാൻ ACPയുടെ വീട്ടിലേക്ക് വന്നു. കോളിംഗ് ബെല്ലടിച്ചത് കേട്ട് ഡോർ വന്ന് തുറന്നത് പ്രിയ തന്നെയായിരുന്നു. ആ സാമോ, വരൂ. ഇല്ല മാഡം, ഞാൻ അകത്ത് കയറുന്നില്ല. മാഡം പറഞ്ഞ മെഡിക്കൽ ഷോപ്പിലെ CCTV വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. അയാൾക്ക് തരാൻ കുറച്ച് മടിയായിരുന്നു. ഓ താങ്ക്സ് സാം, വിഷ്വൽസ് ഞാൻ ചെക്ക് ചെയ്തിരുന്നു മാഡം. മാഡത്തിൻ്റെ കസിൻ പറഞ്ഞതുപോലെ കാറുകാരൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. വലിയ ഉപകാരം സാം, തനിക്ക് ബുദ്ധിമുട്ടായല്ലേ? ഇല്ല മാഡം. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുവാ. പാടോ, ഒരു കാപ്പി കുടിച്ചിട്ട് പോകാം. വേണ്ട മാഡം, പിന്നീട് ഒരിക്കലാവാം. ശരി. കുറച്ച് സമയം കഴിഞ്ഞ് പ്രിയ വിഷ്വൽസ് നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവരുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അതൊരു പുതിയ നമ്പറായിരുന്നു. ഹലോ, അത് ACP പ്രിയാദാസാണ്. ആരാ സംസാരിക്കുന്നത്? ഇഷാനി പറയൂ. പിറ്റേ ദിവസം സാമും സംഘവും പ്രിയയുടെ നിർദ്ദേശപ്രകാരം പ്രവീണിനെ അറസ്റ്റ് ചെയ്യുന്നതിനായി പ്രവീണിൻ്റെ വീട്ടിലേക്ക് പോയി. എന്നാൽ പ്രവീൺ അവിടെ ഉണ്ടായിരുന്നില്ല. ദുബായിലേക്ക് പോകുന്നതിനായി എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർ അടുത്തുള്ള സ്റ്റേഷനിൽ വിളിച്ച് പ്രവീണിൻ്റെ യാത്ര തടയാൻ ആവശ്യപ്പെട്ടു. എയർപോർട്ട് അകത്തേക്ക് പോകാൻ തുടങ്ങിയ പ്രവീണിനെ പിറകിൽ നിന്നും ഒരാൾ വിളിച്ചു. പ്രവീൺ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു പോലീസുകാരനായിരുന്നു. എന്താ സാർ? പ്രവീൺ എന്നല്ലേ പേര്? അതെ സാർ. താനും നിങ്ങൾ വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊക്കെ പറയാം, ഇയാളൊന്ന് വരൂ. അപ്പോഴേക്കും ACP പ്രിയയും സംഘവും അവിടെ എത്തിയിരുന്നു. ഹലോ പ്രവീൺ. എന്താ മാഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല പ്രവീൺ. തന്നോടൊരു കാര്യം ചോദിച്ചറിയാൻ വേണ്ടിയായിരുന്നു. ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോയി. അവിടെ പോയപ്പോൾ ഇങ്ങോട്ടേക്ക് പോയെന്ന് പറഞ്ഞു. ഞങ്ങൾ വരുന്നതിന് മുമ്പേ പ്രവീൺ അങ്ങ് പോയാലോ? അതാ ഇവരെ വേഗം വിട്ടത്. എന്താ മാഡത്തിന് ചോദിക്കാനുള്ളത്? വേറെ ഒന്നുമല്ല, അന്ന് ചോദിച്ച കാര്യങ്ങൾ തന്നെയാ. രമ്യ കൊല്ലപ്പെടുന്ന ദിവസം പ്രവീൺ എവിടെയായിരുന്നു എന്നാ പറഞ്ഞ്? ഞാൻ വീട്ടിലുണ്ടായിരുന്നു മാഡം. പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല എന്ന് ഉറപ്പാണോ? അതെ മാഡം. ടാബ്ലറ്റ് കഴിച്ച് കിടക്കുന്നത് കൊണ്ട് നല്ല മയക്കത്തിലായിരുന്നു. ഓക്കെ. പ്രിയ തൻ്റെ മൊബൈലിൽ നിന്നും ഒരു വീഡിയോ പ്രവീണിന് കാണിച്ചു കൊടുത്തു. ഇത് പ്രവീണല്ലേ? അതെ മാഡം. ഉറപ്പാണല്ലോ? അതെ. ഇത് രമ്യ കൊല്ലപ്പെട്ട ദിവസം ബേക്കറി ജംഗ്ഷനിൽ നിന്നുള്ള ഒരു മെഡിക്കൽ ഷോപ്പിലെ CCTV വിഷ്വൽസ് ആണ്. ഈ ഷോപ്പ് ഇരിക്കുന്നത് രമ്യയുടെ വീട്ടിൽ നിന്നും ഏതാണ്ട് 7 കിലോമീറ്ററിന് അകലെയാ. അന്നേ ദിവസം വീട്ടിൽ നിന്നും പുറത്തു പോലും ഇറങ്ങാത്ത പ്രവീൺ എങ്ങനെ അവിടുത്തെ CCTVയിൽ വന്നു? അന്ന് ഞാൻ രമ്യയുടെ വിവരം അറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയതാ. അതെങ്ങനെ പ്രവീൺ? താനല്ലേ പറഞ്ഞത് അന്നേ ദിവസം ടാബ്ലറ്റ് കഴിച്ച് അതിൻ്റെ ക്ഷീണത്തിൽ മയങ്ങിപ്പോയെന്നും വൈകിട്ടാണ് രമ്യ വിളിച്ചിരുന്നത് കാണുന്നത് പോലും എന്നല്ലേ? പ്രവീൺ ഒന്നും മിണ്ടാതെ നിന്നു. എന്താ പ്രവീൺ, ഉത്തരം മുട്ടിയോ? അപ്പോഴേക്കും പ്രവീണിൻ്റെ അച്ഛൻ പോലീസുകാരുടെ അടുത്തേക്ക് വന്നു. എന്താ സാറേ പ്രശ്നം? നിങ്ങൾ ആരാ? ഞാനിവൻ്റെ അച്ഛനാണ്. സോറി, ഞങ്ങൾ നിങ്ങളുടെ മകനെ കൊലക്കേസിന് അറസ്റ്റ് ചെയ്യാൻ വന്നതാ. ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിട്ട് ഒന്നും അറിയാത്ത പോലെ മുങ്ങാമെന്ന് കരുതിയോ? ഇല്ല അച്ഛാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവര് കള്ളം പറയുക. സാം. ഓക്കെ മാഡം, നിന്ന് കഥാപ്രസംഗം നടത്താതെ വണ്ടിയിലോട്ട് കയറടാ. പ്രവീണുമായി അവർ നേരെ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ എത്തി അവർ പ്രവീണിനെ കൂടുതൽ ചോദ്യം ചെയ്തു. പറയൂ പ്രവീൺ, എന്തിനു വേണ്ടിയാ താൻ രമ്യയെ കൊലപ്പെടുത്തിയത്? ഞാനല്ല മാഡം, എനിക്കൊന്നും അറിയില്ല. ശരി, ഞങ്ങൾ വിശ്വസിച്ചു. പ്രവീണല്ല കൊന്നത്. പിന്നെ ആരാ? പിന്നെ ആരെ കൊണ്ടാ താനത് ചെയ്യിപ്പിച്ചത്? ഞാൻ ആരെ കൊണ്ടും ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. എനിക്കൊന്നും അറിയില്ല. എന്നാൽ പിന്നെ അറിയാവുന്ന ചില കാര്യങ്ങൾ ചോദിക്കാം. രമ്യ 2 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന കാര്യം പ്രവീണിന് അറിയാമായിരുന്നില്ലേ? ഇല്ല, അവൾ എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല. ഒരു കുഞ്ഞുണ്ടായാൽ അത് കരിയറിനെ ബാധിക്കുമെന്ന് പറഞ്ഞ് അവളെ കൊണ്ട് താൻ അതിനെ അബോർട്ട് ചെയ്യിച്ചില്ലേ? അതൊന്നും എനിക്കറിയില്ല മാഡം. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് അവൾ എന്നെ ചതിക്കുമായിരുന്നുവെന്ന്. നിർത്തണം നിന്റെ അഭിനയം. നീയല്ലേടാ അവളെ ചതിച്ചത്? വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചിട്ട് പ്രഗ്നൻ്റ് ആയപ്പോൾ കരിയറിനെ ബാധിക്കുമെന്ന് പറഞ്ഞ് അബോർട്ട് ചെയ്യിപ്പിച്ചു. എന്നിട്ടിപ്പോൾ അവനൊന്നും അറിയില്ല പോലും. ഇഷാനി എന്നോടെല്ലാം പറഞ്ഞു. അതുകൊണ്ട് നീ എത്ര കള്ളം പറഞ്ഞിട്ടും കാര്യമില്ല. മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ രമ്യ തടസ്സമാവുന്നത് കണ്ട നീ അവളെ കൊലപ്പെടുത്തി. അതിന് നിന്നെ സഹായിച്ചത് രമേശായിരുന്നു.
അവൻ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് മനസ്സിലാക്കിയ നീ രമേശിനെയും അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന അയാളുടെ ഗേൾഫ്രണ്ടിനെയും കൊലപ്പെടുത്തി. ഇതാണുണ്ടായത്. നോ, ഞാനല്ല മേഡം. എനിക്ക് രമേശിന്റെ കൊലപാതകത്തിൽ ഒരു പങ്കുമില്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഞാനല്ല. ശരി, വിശ്വസിക്കാം. രമേശിനെ കൊന്നത് നീയല്ല. അപ്പോൾ രമ്യയെ കൊന്നത് ആരാ? പറയാൻ. അത് ഞാൻ തന്നെയാ. രമേശും ഞാനും കൂടി ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു ഓൺലൈൻ ബിസിനസ് ആരംഭിച്ചു. അത് ക്ലിക്കായില്ലെന്ന് മാത്രമല്ല, ലക്ഷങ്ങളുടെ നഷ്ടവും വന്നു. കയ്യിലുണ്ടായിരുന്നതും പലരിൽ നിന്നും കടം വാങ്ങിയുമാണ് ബിസിനസ്സിന് ആവശ്യമായ ക്യാഷ് ഞാൻ അറേഞ്ച് ചെയ്തത്. ബിസിനസ് പൊളിഞ്ഞപ്പോൾ 10 ലക്ഷത്തോളം രൂപയുടെ കടം എൻ്റെ തലയിൽ വന്നു വീണു. പതിയെ ക്യാഷ് കൊടുക്കാനുള്ളവർ ശല്യപ്പെടുത്താൻ തുടങ്ങി. ആ സമയത്താണ് ഒരു ഫംഗ്ഷനിൽ വെച്ച് ഞാൻ രമ്യയെ കാണുന്നതും പരിചയപ്പെടുന്നതും. അതിനുശേഷം ഫേസ്ബുക്ക് വഴി ഞങ്ങൾ ഫ്രണ്ട്സായി. ആ അടുപ്പം പിന്നെ പ്രണയമായി. അതിനുശേഷം ഞങ്ങൾ ഒരു പരിധിക്കപ്പുറം അടുത്തു. വീട്ടുകാരറിയാതെ അവളുടെ പേരിലുള്ള ഒരു പ്രോപ്പർട്ടി പണയം വെച്ച് ബാങ്കിൽ നിന്നും 10 ലക്ഷത്തിൻ്റെ ഒരു ലോൺ എടുത്ത് കടം വീടാനായി അവൾ എനിക്ക് തന്ന് സഹായിച്ചിരുന്നു. ആ സമയത്ത് അവൾ 2 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അവളെ എത്രയും വേഗം വിവാഹം ചെയ്യണമെന്ന് അവൾ എന്നോട് ആവശ്യപ്പെട്ടെങ്കിലും എൻ്റെ അപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് സാധിക്കില്ലെന്ന് ഒരുവിധം അവളെ പറഞ്ഞ് മനസ്സിലാക്കി അബോർട്ട് ചെയ്യിപ്പിച്ചു. അതിനുശേഷമാണ് എനിക്ക് മറ്റൊരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടെന്ന് ആരോ പറഞ്ഞ് അവൾ അറിയുന്നത്. ഞാൻ ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും കൂടി അറിഞ്ഞപ്പോൾ അവളുടെ പെരുമാറ്റത്തിൽ മാറ്റം വന്നു. വീണ്ടും വിവാഹം വേഗം നടത്തണമെന്ന് അവൾ വാശി പിടിച്ചു. ഇല്ലെങ്കിൽ അവൾ എനിക്ക് ക്യാഷ് തന്നതും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവരെയും അറിയിക്കുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. എൻ്റെ മുന്നിൽ വേറെ ഒരു വഴിയുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ കൊല്ലാൻ ഞാൻ തീരുമാനിച്ചു. അതെന്താ, നിനക്ക് രമ്യയെ തന്നെ വിവാഹം കഴിച്ചാൽ പോരായിരുന്നോ? അതെങ്ങനെയാ മാം? അതിനേക്കാൾ വലിയ പണച്ചാക്കനെ കണ്ടപ്പോൾ അവളെ വേണ്ടെന്ന് വെച്ച് കാണും, അല്ലടോ? അത് സമ്മതിക്കുന്ന രീതിയിൽ പ്രവീൺ തലതാഴ്ത്തി. ഓക്കെ, എന്നിട്ട്? പിന്നെ പിടിക്കപ്പെടാതെ അവളെ എങ്ങനെ കൊല്ലാമെന്ന ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. അതിനെനിക്ക് കുറച്ച് സമയം ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുമായിട്ടുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമാണെന്നും വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണമെന്നും ഞാൻ അവളോട് ആവശ്യപ്പെട്ടു. അവളത് വിശ്വസിച്ചു. ആദ്യം എൻ്റെ ശ്രമം മാനസികമായി അവളെ തകർത്ത് അതിലൂടെ അവളെ സൂയിസൈഡിലേക്ക് നയിക്കുക എന്നതായിരുന്നു. അതിനായി അവളറിയാതെ അവളുടെ നഗ്നചിത്രങ്ങൾ ഞാനൊരു ക്യാമറയിൽ പകർത്തി അവൾക്ക് അയച്ചു കൊടുത്തു. പലപ്പോഴായി അവളിൽ നിന്നും പണവും വാങ്ങി. പക്ഷെ എൻ്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ടായിരുന്നു അവളുടെ ഭാഗത്തെ നീക്കം. അവൾ ഈ കാര്യങ്ങൾ എന്നോട് പറയുകയും വീട്ടിലറിയിച്ച് പോലീസിൽ പരാതിപ്പെടാനായിരുന്നു അവളുടെ തീരുമാനം. പോലീസിൽ അറിയിച്ചാൽ ഞാൻ പിടിക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പോലീസിൽ അറിയിച്ചാൽ നാണക്കേടാണെന്നും തൽക്കാലം അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞ് അവളെ വിശ്വസിപ്പിക്കാനായി അവൻ സ്ഥിരമായി വിളിക്കുന്ന നമ്പർ അവളിൽ നിന്നും വാങ്ങി. ഇനി അവൻ വിളിക്കില്ലെന്നും അവൻ്റെ ഭാഗത്തു നിന്നും ഒരു ശല്യവും ഉണ്ടാവില്ലെന്ന് ഞാൻ അവൾക്ക് ഉറപ്പ് നൽകി. അതിനുശേഷം ഞാൻ ആ നമ്പറിൽ നിന്നും അവളെ വിളിച്ചില്ല. അതോടുകൂടി അവൻ്റെ ശല്യം തീർന്നെന്ന് കരുതി അവൾ ആശ്വസിച്ചു. അടുത്ത പദ്ധതി ആലോചിച്ചിരിക്കുമ്പോഴായിരുന്നു അവരുടെ റിലേറ്റീവിൻ്റെ മാരേജിന് വീട്ടുകാരെല്ലാവരും പോകുന്നുണ്ടെന്നും അവളെ കാണാൻ വീട്ടിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ ഫോൺ കോൾ വന്നത്. വീണ് കിട്ടിയ അവസരം പാഴാക്കാതെ ഞാൻ അതിന് സമ്മതിച്ചു. എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തായിരുന്നു ഞാൻ മുന്നോട്ട് പോയത്. രമ്യയുടെ വീട്ടിൽ പോകുന്നതിൻ്റെ തലേ ദിവസം പനിയായി ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായി. പിറ്റേ ദിവസം കമ്പനിയിൽ വിളിച്ചു പറഞ്ഞ് മെഡിക്കൽ ലീവ് എടുത്തു. റെന്റിനെടുത്ത കാറിലായിരുന്നു ഞാൻ രമ്യയുടെ വീട്ടിൽ പോയത്. അവിടെ ചെന്ന് അല്പസമയം സംസാരിച്ചിരുന്നു. അതിനുശേഷം ഒരു ഷാൾ ഉപയോഗിച്ച് കഴുത്ത് നിരിച്ചായിരുന്നു ഞാൻ അവളെ കൊലപ്പെടുത്തിയത്. ആ ഷോളിൽ തന്നെ കെട്ടിത്തൂക്കി ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ. കൊലപ്പെടുത്തുന്ന സമയം അത് തടയുന്നതിനായി മേശപ്പുറത്തിരുന്ന് എന്തോ കൊണ്ട് അവളെൻ്റെ തലക്കടിച്ചു. തിരിച്ചു വരുന്ന സമയം മടി കൊണ്ടത് കാരണം തലയ്ക്ക് നല്ല വേദനയുണ്ടായിരുന്നു. വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നത് കൊണ്ടാണ് കുറച്ച് ദൂരെയുള്ള മെഡിക്കൽ ഷോപ്പിൽ കയറി പെയിൻ കില്ലർ വാങ്ങിയത്. രമേശിൻ്റെ ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? ഇല്ല മാഡം. പിന്നെ എങ്ങനെ രമേശിൻ്റെ പേരിലുള്ള സിമ്മും അക്കൗണ്ടും താൻ യൂസ് ചെയ്തത്? ബിസിനസ് ആവശ്യത്തിനായി രമേശിൻ്റെ പേരിൽ എടുത്ത സിം കാർഡും അക്കൗണ്ടുമായിരുന്നു അത്. ബിസിനസ് പൊളിഞ്ഞപ്പോൾ അത് എൻ്റെ കയ്യിലായിരുന്നു. ബിസിനസ് പൊളിഞ്ഞപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ അവൻ മറന്നു. പിന്നെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടായാൽ അത് രമേശിൻ്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യാം. എന്തായാലും തന്നെ പ്ലാനൊക്കെ വർക്കൗട്ടായി. ഞങ്ങളുടെ സംശയം ആദ്യം രമേശിനെ തന്നെയായിരുന്നു. പിന്നെ രമേശിൻ്റെ മരണത്തോടെ പ്രതി ഇല്ലാതാവുകയും ചെയ്തതാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ് പ്രവീൺ? എല്ലാം കണ്ടുകൊണ്ടൊരാൾ മുകളിൽ ഇരിപ്പുണ്ടെന്ന കാര്യം നീ മറന്നു. അതുകൊണ്ടാണ് മറ്റൊരാവശ്യത്തിനായി എടുത്ത ഒരു മെഡിക്കൽ ഷോപ്പിൻ്റെ CCTV വിഷ്വൽസിൽ എനിക്ക് നിന്നെ കാണാൻ കഴിഞ്ഞത്. സാം, ഇവനെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കണം. ഓക്കെ മാം. മാം? എന്താ സാം? അല്ല മാം, രമ്യ പ്രഗ്നൻ്റ് ആണെന്ന കാര്യങ്ങളൊന്നും അന്ന് ചോദിച്ചപ്പോൾ ഇശാനി പറഞ്ഞിരുന്നില്ലല്ലോ. പിന്നെ ഇപ്പോഴെന്താ പറയാൻ കാരണം? മരിച്ചയാൾക്ക് വേണ്ടി വെറുതെ എന്തിനാ ജീവിച്ചിരിക്കുന്നവൻ്റെ ജീവിതം നശിപ്പിക്കുന്നത് എന്ന് കരുതിയാണ് ഇതൊന്നും അന്ന് പറയാതിരുന്നത്. പിന്നെ ഇപ്പോൾ പറയാൻ കാരണം, ഇശാനിയുടെ ബ്രദറിൻ്റെ ഫ്രണ്ടാണ് പ്രവീൺ, വിവാഹം കഴിക്കാനിരുന്ന പെൺകുട്ടി. അവർ തമ്മിൽ 2 വർഷമായി പ്രണയത്തിലായിരുന്നു. പഠിത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ അറിയിക്കാനായിരുന്നു അവരുടെ പ്ലാൻ. ഇതറിഞ്ഞപ്പോൾ മറ്റൊരു പെൺകുട്ടിയെ മനസ്സിൽ വെച്ചുകൊണ്ട് രമ്യ എങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പ്രവീണിന് കഴിയുമെന്ന ചിന്തയായിരുന്നു അവൾക്ക്. അതുകൊണ്ട് തന്നെയാണ് അവൻ ഇവിടെ നിന്നും പോകുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് അന്ന് പറയാതിരുന്ന കാര്യങ്ങളൊക്കെ പറയാൻ കാരണം. പിറ്റേ ദിവസം മേഡം പറഞ്ഞ പോലെ CCTV വിഷ്വൽസ് ഞാൻ പരിശോധിച്ചു. അതിൽ സംശയിക്കത്തക്ക വിധത്തിൽ ഒരു വണ്ടി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. റിയലി?
യെസ് മാം. മേഡം ഈ വിഷ്വൽസ് ഒന്ന് കണ്ടു നോക്കിയേ. ഈ ബ്ലൂ കളർ ഓമിനി വാൻ ആദ്യത്തെ ക്യാമറ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ക്യാമറയിൽ കടക്കുന്നത്. ഒരു മിനിമം സ്പീഡിൽ വന്നാലും 15 മിനിറ്റിൽ കൂടുതൽ ടൈം വേണ്ടി വരില്ല രണ്ടാമത്തെ ക്യാമറയ്ക്ക് അടുത്തെത്താൻ. മാത്രമല്ല ആദ്യത്തെ ക്യാമറ കടക്കുമ്പോഴുള്ള നമ്പറല്ല രണ്ടാമത്തെ ക്യാമറ കടക്കുമ്പോൾ. അതായത് ഈ ഡിസ്റ്റൻസിൻ്റെ ഇടയിൽ നമ്പർ പ്ലേറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ രണ്ടാമത്തെ നമ്പർ ഫേക്കാണ്. അപ്പോൾ ആ കാറിൽ തന്നെയാണ് അവരെ കടത്തിയതെന്ന കാര്യത്തിൽ സംശയമില്ല. അതേ മാം, അങ്ങനെ ആവാനാണ് സാധ്യത. ആ നമ്പറിൻ്റെ RC ഓണറെ കണ്ടെത്തി എത്രയും വേഗം കസ്റ്റഡിയിലെടുക്കണം. യെസ് മാം. കുറച്ച് സമയത്തിന് ശേഷം മാഡം, RC ഓണറെ കണ്ടെത്തി. പക്ഷേ പോലീസ് അവിടെ എത്തുന്നതിന് മുമ്പേ അവൻ രക്ഷപ്പെട്ടു. എന്താ സാം ഇത്? സോറി മാം, അന്വേഷിക്കുന്നുണ്ട് മാഡം. എത്രയും വേഗം കണ്ടെത്താൻ കഴിയും. അവൻ്റെ മൊബൈലിൻ്റെ ടവർ ലൊക്കേഷൻ ട്രേസ് ചെയ്യുന്നുണ്ട്. അവൻ അധികം ദൂരെയൊന്നും പോകാൻ സാധ്യതയില്ല. എനിക്കൊരു എക്സ്ക്യൂസും കേൾക്കണ്ട. ഇന്ന് രാത്രിക്കുള്ളിൽ അവനെ പിടിക്കാൻ കഴിയണം. ഓക്കെ മാം. രാത്രി ഏറെ വൈകിയുള്ള അന്വേഷണത്തിൽ അയാളെ കണ്ടെത്തി. രാത്രി തന്നെ അവനെ കണ്ടെത്തിയെന്ന കാര്യം സാം ACPയെ വിളിച്ചറിയിച്ചു. ഉടൻ തന്നെ പ്രിയ സ്റ്റേഷനിലേക്ക് വന്നു. മാം, അവനെന്തെങ്കിലും പറഞ്ഞോ? ഇല്ല മാം, ഒന്നും അറിയില്ല എന്ന സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഇവനാണോ ആള്? എന്താ നിന്റെ പേര്? അനിൽകുമാർ. നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ലോറി ഡ്രൈവറായിരുന്നു മാഡം. ഇപ്പോൾ മീൻ കച്ചവടമാണ് ചെയ്യുന്നത്. പ്രിയ CCTV വിഷ്വൽസ് കാണിച്ചു. ഈ ഓമിനി വാൻ നിൻ്റേതല്ലേ? അതെ മാഡം. വണ്ടി നിൻ്റേതാണെങ്കിൽ അന്നേ ദിവസം വണ്ടി ഓടിച്ചിരുന്നതും നീ തന്നെയായിരിക്കുമല്ലോ. പറയ്, നീ എന്തിനാ അന്ന് അവിടെ പോയത്? ഞാൻ പറഞ്ഞല്ലോ മാഡം, എനിക്ക് മീൻ കച്ചവടമാ. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പലയിടത്തും പോകാറുണ്ട്. ശരി, സമ്മതിച്ചു. നീ അതിനു വേണ്ടി തന്നെ പോയതായിരിക്കാം. പക്ഷെ അതിനെന്തിനാ നീ ഫേക്ക് നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചത്? ഏയ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ACP ബാക്കി വിഷ്വൽസ് കൂടി കാണിച്ചു. പിന്നെ നിന്റെ തന്തയാണോ ഇത് ചെയ്തേ? പറയടാ, നീ എന്തിനാ രമേശിനെയും അനുവിനെയും കൊന്നത്? പറയാൻ. വെറുതെ ചെയ്യാത്ത കുറ്റം എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയാലുണ്ടല്ലോ. പോലീസാണെന്നൊന്നും ഞാൻ നോക്കില്ല. നീ എന്താണ് ചെയ്യുന്നത്? കുറേ നേരമായി അവൻ ഷോ കാണിക്കാൻ തുടങ്ങിയിട്ട്. ഇവനോട് ഇങ്ങനെയൊന്നും ചോദിച്ചാൽ പറയില്ല മാഡം. 2 എണ്ണം കിട്ടിയാലേ ഇവരേക്ക് വാ തുറക്കൂ. പറയടാ, എന്തിനാ നീ അവരെ കൊന്നത്? പറയാൻ. സാം അയാളെ തല്ലി. ഏയ് സാം, വേണ്ട. ഇനി എന്നെ തല്ലല്ല സാറേ. ഞാൻ പറയാം. എനിക്ക് ചെറിയ കൊട്ടേഷനൊക്കെ ഉണ്ട് സാറേ. സീരിയലിലും ചെറിയ കൊട്ടേഷൻ റോളൊക്കെ ചെയ്യാറുണ്ട്. ഈ പിള്ളേരെ പൊക്കാനുള്ള കൊട്ടേഷൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. വേറെ ഒന്നും എനിക്കറിയില്ല. ആരാ നിനക്ക് കൊട്ടേഷൻ തന്നെ? ആളെയൊന്നും എനിക്കറിയില്ല സാറേ. ഒരു ദിവസം സ്കൂട്ടറിൽ ഒരു പെൺകുട്ടി വന്ന് എൻ്റെ മീൻ വാങ്ങിച്ചു. അതിനുശേഷം ചേട്ടനെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്നും സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം. ഞാൻ അതേ എന്ന് പറഞ്ഞു. പിന്നെ കുറച്ചു നേരം അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അവളുടെ ഫ്രണ്ട് ഒരു സീരിയൽ ചെയ്യുന്നുണ്ടെന്നും അതിൽ വില്ലൻ്റെ റോളുണ്ടെങ്കിൽ വാങ്ങിത്തരാമെന്നും പറഞ്ഞു. എൻ്റെ ഫോൺ നമ്പർ വാങ്ങിക്കൊണ്ടുപോയി. അത് കഴിഞ്ഞ് 4-5 ദിവസം കഴിഞ്ഞ് ആ പെണ്ണെന്നെ വിളിച്ചു. ഒരു റോളുണ്ടെന്നും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞപ്പോൾ വിശദമായിട്ട് എല്ലാം നേരിൽ കണ്ട് പറയാമെന്നും പറഞ്ഞ് ബീച്ചിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു സ്കൂട്ടറിൻ്റെ അടുത്ത് വന്ന് നിന്നു. അതാ കൊച്ചായിരുന്നു. ഈ ആളുകളെയൊക്കെ പറ്റിക്കുന്ന ഒരു പ്രോഗ്രാമാണെന്നും അതിനുവേണ്ടി അവർ പറയുന്ന 2 പേരെ പിടിച്ചുകൊണ്ടുവന്ന് അവർ പറയുന്നിടത്ത് എത്തിക്കണം. അതാണ് ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. 5000 രൂപയും തരാമെന്നും പറഞ്ഞു. അപ്പോഴും നീ അവളുടെ മുഖം കണ്ടില്ലേ? അന്നും ഹെൽമെറ്റ് വെച്ചിരുന്നു. പക്ഷെ അന്ന് ഞാൻ ആ കുട്ടിയുടെ മുഖം കണ്ടു. സംഭവം കേട്ടപ്പോൾ എനിക്ക് അത്ര വിശ്വാസം തോന്നിയില്ല. നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അങ്ങനെ ചോദിച്ചപ്പോഴാണ് മുഖത്തിരുന്ന് ഹെൽമെറ്റ് മാറ്റി ആ കുട്ടിയുടെ മുഖം കാണിച്ചു തന്നത്. എന്നിട്ടും ഞാനത് ചെയ്യാൻ മടിച്ചു നിന്നപ്പോൾ ഇനിയും വിശ്വാസമായില്ലേ? ചേട്ടൻ ചെയ്യേണ്ട, ഞങ്ങൾ വേറെ ആളെ നോക്കാമെന്ന് പറഞ്ഞു. പൈസ കിട്ടുന്ന കാര്യമായതുകൊണ്ട് പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ആ പയ്യനും പെണ്ണും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി അവരെ 2നെയും പൊക്കി. അവരുടെ നിർദ്ദേശം എന്തായിരുന്നു? ഒരു വണ്ടിയിൽ അവരെ ബോധം കെടുത്തി അവർ പറയുന്നിടത്ത് വണ്ടി ഉപേക്ഷിച്ച് പോകാനായിരുന്നു പറഞ്ഞത്. ഞാൻ അതുപോലെ ചെയ്തു. പിന്നെ വണ്ടി എപ്പോഴാണ് തിരികെ തനിക്ക് തന്നത്? പിറ്റേ ദിവസം ബീച്ച് റോഡിൽ വെച്ച് വണ്ടി എടുത്തുകൊണ്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞ് എനിക്ക് കോൾ വന്നിരുന്നു. വണ്ടി തരുമ്പോൾ ബാക്കി ക്യാഷ് തരാമെന്നായിരുന്നു പറഞ്ഞത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ വണ്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ തരാനുള്ള ബാക്കി ക്യാഷും വെച്ചിട്ടുണ്ടായിരുന്നു. വേറെയൊന്നും എനിക്കറിയില്ല സാറേ. പിന്നെ നീ എന്തിനാ ഞങ്ങളെ കണ്ട് മുങ്ങിയത്? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനെന്ന് തട്ടിക്കൊണ്ടുപോയ പിള്ളേരും മരിച്ചത് ന്യൂസിൽ കാണുന്നു. പോലീസ് ഏത് നിമിഷവും എന്നെ തേടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ കണ്ട് ഞാൻ ഓടിയത്. അന്ന് കണ്ട ആ പെൺകുട്ടിയെ ഇനി കണ്ടാൽ തിരിച്ചറിയോ? ഉവ്വ് മാഡം. സാം, മാഡം രാവിലെ തന്നെ നിഖിലിനെ വിളിച്ച് രേഖാചിത്രം തയ്യാറാക്കണം. ഓക്കെ മാഡം. പിറ്റേ ദിവസം രാവിലെ. എന്തായി നിഖിൽ? ചിത്രം റെഡിയാണ് മാഡം. സാം, അവനെ ഇങ്ങ് വിളിക്ക്. മാം, ഈ ചിത്രത്തിൽ കാണുന്ന പെൺകുട്ടിയാണോ നീ അന്ന് കണ്ടത്? അത് ഇതല്ല. അല്ലേ? താൻ പറഞ്ഞത് വെച്ചല്ലേ ഇത് വരച്ചത്? അത് ശരിയാ, പക്ഷെ ഇതല്ല. വെളുത്തിട്ട് നല്ല മെലിഞ്ഞൊരു കൊച്ചായിരുന്നു. നീ എന്താടാ ഈ കളിയാക്കുവാണോ? എനിക്ക് കണ്ടാലറിയാം, അല്ലാതെ കൊണ്ടുപോടോ. ഇനി എന്ത് ചെയ്യും മാഡം? ഒരു പക്ഷേ അവൻ കള്ളം പറയുന്നതാവുമോ? സാം, ഒരു കാര്യം ചെയ്യേ, അവനെ വിട്ടേക്ക്. പിന്നെ നമ്മുടെ ഒരാളുടെ കണ്ണ് എപ്പോഴും അവൻ്റെ പിന്നിലുണ്ടാവണം. ഓക്കെ മാം. അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം ACP പ്രിയാദാസിൻ്റെ ഫോണിലേക്ക് സാമിൻ്റെ കോൾ വന്നു. ഹലോ, എന്താ സാം? എപ്പോൾ? ഓക്കെ, ഞാനിതാ എത്തി.
പ്രിയ ഉടൻ തന്നെ ഡ്രൈവറെ വിളിച്ച് പുറപ്പെട്ടു. അവിടെ ചെന്ന് കാറിൽ നിന്നിറങ്ങിയ പ്രിയയെ മീഡിയാസ് വളഞ്ഞു. മേഡം, ഈ കോളേജിൽ തുടരെയുണ്ടാകുന്ന മരണങ്ങളിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ഈ കുട്ടിയുടെ തന്നെ സിസ്റ്ററായ ജെസ്സി എന്ന കുട്ടിയും 2 മാസം മുന്നേ സൂയിസൈഡ് ചെയ്തിരുന്നു. കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് മാഡത്തിന് എന്താണ് പറയാനുള്ളത്? സി, നിങ്ങൾ വെറുതെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. ജെസ്സി എന്ന കുട്ടിയുടേത് സൂയിസൈഡ് തന്നെയായിരുന്നു. പിന്നെ കൊല്ലപ്പെട്ട രമ്യയുടെ കൊലപാതകിയെ ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകങ്ങൾ തമ്മിൽ യാതൊരുവിധ കണക്ഷനുമില്ല. മാം, ഈ കുട്ടി പ്ലീസ്. സാം മീഡിയാസിനെ മാറ്റി ACPയെ ബോഡി കിടക്കുന്നിടത്തേക്ക് കൊണ്ടുപോയി. കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്ത നിലയിലായിരുന്നു ജെസ്സിയുടെ സഹോദരി ജിഷയുടെ മൃതദേഹം. ഏറ്റവും മുകളിൽ നിന്നുമാണ് മാഡം ചാടിയിരിക്കുന്നത്. അവർ നേരെ മുകളിലേക്ക് ചെന്നു. മുകളിൽ ചെന്നതിന് ശേഷം അവിടെയെല്ലാം നല്ലതുപോലെ നിരീക്ഷിച്ചു. എപ്പോഴാണ് സാം ഈ കുട്ടി ചാടിയത്? ലഞ്ച് ബ്രേക്കിന് ശേഷമാണ് മാഡം. കുട്ടി മുകളിലേക്ക് വന്നത് ആരും കണ്ടിട്ടുമില്ല. ഈ ബിൽഡിങ്ങിൽ 2 ബ്ലോക്ക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. മുകളിലെ ബ്ലോക്കിൽ ചെറിയ പണി നടക്കുന്നത് കൊണ്ട് ഇങ്ങോട്ട് ആരും വരാറില്ല. മാം, ഈ കുട്ടിക്ക് സൂയിസൈഡ് ചെയ്യാൻ മാത്രം ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലെന്നാണ് ഫ്രണ്ട്സ് പറയുന്നത്. ഇടയ്ക്ക് ചേച്ചി മരണപ്പെട്ട വിഷമമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഓക്കെ ആയിരുന്നു. പിന്നെന്താ കാരണമെന്ന് ആർക്കും അറിയില്ല. അല്പസമയം അവിടെയെല്ലാം നിരീക്ഷിച്ചതിന് ശേഷം ഇത് സൂയിസൈഡ് അല്ല സാം. അതെന്താ മേഡം അങ്ങനെ പറഞ്ഞ്? സാമിന്റെ ഷൂവിന് ഇതെന്തു പറ്റി? അതും മാം ഇങ്ങോട്ട് വരുമ്പോൾ ചെളിയിൽ ചവിട്ടിയതാണ്. സാം, ഈ കൈവരിയിലേക്കൊന്ന് കയറിയേ. മാം, പേടിക്കണ്ട, കോശി പിടിച്ചോളും. സാം മുകളിൽ കയറി കുറച്ച് സെക്കൻഡ് നിന്നതിന് ശേഷം താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞു. ആ കൈവരിയിൽ സാമിന്റെ ഷൂവിന്റെ പ്രിന്റ് പതിഞ്ഞു. സി, സാം, ഞാനും താനും ജിഷയുമൊക്കെ വന്നത് ഈ വഴി തന്നെയാണ്. അതുകൊണ്ട് തന്നെ സാമിന്റെ ഷൂവിൽ ആയതുപോലെയുള്ള ചെളി എല്ലാവരുടെയും ചെരുപ്പിലുമായിട്ടുണ്ട്. ജിഷ ധരിച്ചിരുന്ന ഷൂവിന്റെ അടിയിലും ചെളി പുരണ്ടിട്ടുണ്ട്. ഇവിടെ നിന്നും ഒരാൾക്ക് മുകളിൽ നിന്നും താഴേക്ക് ചാടണമെങ്കിൽ ഈ കൈവരിക്ക് മുകളിൽ കയറിയാൽ മാത്രമേ പറ്റൂ. ഇതിനു മുകളിൽ കയറിയാണ് ജിഷ താഴേക്ക് ചാടിയതെങ്കിൽ ജിഷയുടെ ചെരുപ്പിന്റെ പ്രിന്റ് ഇതിനു മുകളിൽ ഉണ്ടാവേണ്ടതല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയാം, ജിഷ ഇവിടെ നിന്നും ചാടിയതല്ല, ആരോ തള്ളിയിട്ടതാണെന്ന്. 2 ദിവസത്തിന് ശേഷം ACP ഓഫീസ്. മാം, ജിഷയുടെ ഫോൺ കോൾസിന്റെ ഡീറ്റെയിൽസ് എടുത്തു. അതിൽ ലാസ്റ്റ് വിളിച്ചിരിക്കുന്ന നമ്പർ ഗായത്രി എന്ന കുട്ടിയുടേതാണ്. ആ കുട്ടി ജിഷയുടെ സീനിയറാണ്. വേറെ കോൾസ് എന്ന് അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കോശി അവിടേക്ക് വന്നു. കമിങ് മാഡം. യെസ് മാം. അനിൽകുമാർ വന്നിട്ടുണ്ട്. മാഡത്തിനോട് എന്തോ പറയാനുണ്ടെന്ന്. വരാൻ പറയ്. ഓക്കെ മാഡം. കോശി അനിൽകുമാറിനെ കൂട്ടിക്കൊണ്ടു വന്നു. എന്താ നിനക്ക് പറയാനുള്ളത്? മാഡം, അന്ന് എന്നെ കൊട്ടേഷൻ ഏൽപ്പിച്ച പെണ്ണിനെ ഞാൻ വീണ്ടും കണ്ടു. എവിടെ വെച്ച്? അത് ആ TV-യിൽ, പിന്നെ പത്രത്തിലും ഉണ്ടായിരുന്നു. ഇതാണ് ആ പെൺകുട്ടി. അനിൽകുമാർ പത്രം ACPയുടെ കയ്യിൽ കൊടുത്തു. കോളേജ് കെട്ടിടത്തിൽ നിന്നും ചാടി വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ഇത് ജിഷയല്ലേ? ഈ കുട്ടിയോ? അതെ മാഡം, ഈ കുട്ടിയാണ് എനിക്ക് കൊട്ടേഷൻ തന്നത്. തനിക്ക് ആള് മാറിയതാവും. ഇല്ല സാറേ, ആ മുഖം ഞാൻ മറക്കില്ല. വെളുത്തിട്ട് മെലിഞ്ഞൊരു കുട്ടിയാണെന്ന് ഞാൻ അന്ന് പറഞ്ഞില്ലേ? ഈ കുട്ടി തന്നെയാണ്, എനിക്ക് തെറ്റില്ല. ഈ കുട്ടി തന്നെയാ, ഞാൻ എൻ്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാ. നീ പറഞ്ഞത് കള്ളമാണെന്നെങ്ങാനും തെളിഞ്ഞാൽ പിന്നെ നിന്റെ ഈ 2 കണ്ണുകളുണ്ടല്ലോ ഞങ്ങൾ കുത്തിപ്പൊട്ടിക്കും. ഈ കുട്ടി തന്നെയാ സാറേ. താൻ പോയിക്കോ, ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കാം, വന്നേക്കണം. ശരി മാഡം. മാം, ആ കുട്ടി എന്തിനാ? ചില കേസുകളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തവരായിരിക്കും പ്രതികൾ. സാം, ഒരു കാര്യം ചെയ്യ്, ജിഷയുടെ വീട്ടിൽ പോയി ആ കുട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് എടുക്ക്. ഓക്കെ മാഡം. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം. മാം, അനിൽ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ സാം? മാം, ആ കുട്ടിക്ക് ഡ്രൈവിംഗ് അറിയില്ല, പിന്നെ 2 വീലർ ഓടിക്കും, പക്ഷേ ബാലൻസ് ഇല്ല. അങ്ങനെയുള്ള കുട്ടി അവനെ കാണാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു വന്നെന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഒരുപക്ഷെ ജിഷ മറ്റൊരാൾക്കൊപ്പമായിരിക്കും പോയിട്ടുണ്ടാവുക. അനിലിന്റെ മുന്നിൽ പോയത് ജിഷ മാത്രമായിരിക്കും. അങ്ങനെ ആയിക്കൂടെ? മാം, എന്നാലും എന്തിനാവും ആ കുട്ടി രമേശിനെ കൊല്ലുന്നത്? ഈ ചോദ്യം തന്നെയാ സാം ഞാൻ ഇത്രയും നേരം എന്നോട് തന്നെ ചോദിച്ചത്. അന്ന് ചോദ്യം ചെയ്യുമ്പോൾ പ്രവീൺ രമേശിനെ പറ്റി പറഞ്ഞത് സാം ഓർക്കുന്നുണ്ടോ? അവന് 1-ൽ കൂടുതൽ പെൺകുട്ടികളുമായി ബന്ധമുണ്ടെന്ന്. യെസ് മാം. ചിലപ്പോൾ അവൻ രമേശിന്റെ മേൽ കുറ്റം ചാർത്താനായി പറഞ്ഞതാണെങ്കിലോ? അത് സത്യമാണോ എന്ന് അന്വേഷിക്കണം. അതിലെന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ഒരുപക്ഷെ ജെസ്സി സ്നേഹിച്ചിരുന്നയാൾ രമേശായിരിക്കും. തൻ്റെ ചേച്ചിയുടെ മരണത്തിന് കാരണക്കാരനായവനോടുള്ള പ്രതികാരമാവാം ജിഷ രമേശിനെ കൊലപ്പെടുത്താൻ കാരണം. പക്ഷേ മാം, ജെസ്സിയുടെ കാമുകൻ ആരാണെന്ന് അവർക്കാർക്കും അറിയില്ലെന്നാണ് ആ കുട്ടി ഉൾപ്പെടെ എല്ലാവരും എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നമുക്ക് കണ്ടെത്തണം സാം. അതിനാദ്യം രമേശിൻ്റെ പാസ്റ്റ് നമുക്കറിയണം. ഓക്കെ മാം. 2 ദിവസത്തിന് ശേഷം കോളേജിൽ രമേശിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ആമിറിൻ്റെ വീട്ടിലേക്ക് ACPയും സാമും ചെന്നു. അമീറല്ലേ? ഞാൻ സാം. ഇന്നലെ വിളിച്ചിരുന്നു. ഓ വരൂ സാർ, ഇരിക്കൂ സാർ. അമീർ ഇവിടെ ഒറ്റയ്ക്കാണോ? അല്ല മാം, പാരൻസുമുണ്ട്. അവർ സിസ്റ്ററിൻ്റെ വീട് വരെ പോയിരിക്കുക. രമേശ് മരിച്ച വിവരം അമീർ എപ്പോഴാണ് അറിയുന്നത്? അത് അന്നത്തെ ദിവസത്തെ ന്യൂസിലൂടെയാണ് ഞാൻ അറിയുന്നത്. രമേശുമായി ലാസ്റ്റ് എന്ന് അമീർ മീറ്റ് ചെയ്തേ അതൊരു 2-3 മന്ത്സ് മുമ്പ് ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ച്. അന്ന് നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അനുവിനെ കുറിച്ച് എന്തെങ്കിലും രമേശ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല മാം. ഈ അനുവെന്ന് പറയുമ്പോൾ?
രമേശിനിപ്പം മരണപ്പെട്ട കുട്ടിയാണ്. അവർ തമ്മിലുള്ള പ്രണയബന്ധത്തെക്കുറിച്ച് അമീറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നാണ് മേഡം ചോദിച്ചത്. ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ആ കുട്ടിയുടെ പേര് മറ്റെന്തോ ആയിരുന്നു. ആ കുട്ടിയുടെ ഫോട്ടോയും എനിക്ക് കാണിച്ചു തന്നിരുന്നു. ബട്ട് പേര് ഞാൻ ഓർക്കുന്നില്ല. ജെസ്സി എന്നാണോ പേര് പറഞ്ഞത്? യെസ് സാർ, ജെസ്സി എന്നാണ് ആ കുട്ടിയുടെ പേര്. ഓക്കെ. സാർ മൊബൈലിൽ ജെസ്സിയുടെ ഫോട്ടോ കാണിച്ചു. ഇതാണോ ആ കുട്ടി? ഇതാണെന്നാണ് തോന്നുന്നത്. എനിക്കത്ര ഓർമ്മയില്ല, പക്ഷേ പേര് ജെസ്സി എന്ന് തന്നെയാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് രമേശിന് ഏതെങ്കിലും പെൺകുട്ടികളുമായി അടുപ്പമുണ്ടായിരുന്നോ? യെസ് മാം, ആ സമയത്ത് അവനൊരു പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നു. അപ്പോൾ ആ കുട്ടി +1 പഠിച്ചിരുന്നത്. ഗായത്രി എന്നായിരുന്നു അവളുടെ പേര്. അവളെ കിട്ടാൻ വേണ്ടി അവൻ ഒരിക്കൽ മരിക്കാൻ വരെ തയ്യാറായതാണ്. പക്ഷെ അവർക്കിടയിൽ പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. കോളേജ് കഴിഞ്ഞ് ഞങ്ങൾ ഒരിക്കൽ കണ്ടിരുന്നു. അപ്പോഴാണ് അവർ തമ്മിൽ പിരിഞ്ഞ കാര്യം പറയുന്നത്. കാരണം എന്താണെന്ന് അമീർ ചോദിച്ചില്ലേ? ചോദിച്ചായിരുന്നു, പക്ഷെ അവൻ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. ഈ ഗായത്രി ഇപ്പോൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് അമീറിനറിയോ? മെഡിസിനാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ അവൻ എപ്പോഴും പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. താങ്ക് യു അമീർ, ഞങ്ങളോട് സഹകരിച്ചതിന്. ഇനിയും അമീറിൽ നിന്നും സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓഫ് കോഴ്സ് മാഡം. ശരി. അവർ അവിടെ നിന്നിറങ്ങി കാറിൽ സഞ്ചരിക്കവേ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. സാം, ഈ കേസന്വേഷണം തുടങ്ങി ഇതുവരെ എത്തി നിൽക്കുന്ന ടൈമിൽ ഗായത്രി എന്ന പേര് എവിടെയെങ്കിലും സാം കേട്ടിരുന്നോ? അത് മാം, ഞാൻ ഓർക്കുന്നില്ല. ഈ ജിഷയുടെ ഫോണിൽ അവസാനം വന്നപ്പോൾ ഒരു സീനിയർ പെൺകുട്ടിയുടേതാണെന്നല്ലേ പറഞ്ഞത്? അതെ മാം. എന്തായിരുന്നു ആ കുട്ടിയുടെ പേര്? അതും മാം ഗായത്രി എന്ന. ഒരു പോലീസ് ഓഫീസർക്ക് ആദ്യം വേണ്ടത് ഓർമ്മശക്തിയാണ് സാം. സോറി മാം. ചിലപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന ഗായത്രി അവളായിരിക്കാം. അവളെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എത്രയും വേഗം എടുക്കണം. ഓക്കെ മാം. 3 ദിവസത്തിന് ശേഷം. കമിങ് മാഡം. യെസ്. എന്തായി സാം, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ? യെസ് മാം. നമ്മൾ സംശയിക്കുന്നത് പോലെ ഗായത്രിക്ക് കൊലപാതകവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കത്തക്ക വിധത്തിലുള്ള ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. രമേശിൻ്റെ കാമുകി ഗായത്രിയും ഈ ഗായത്രിയും ഒന്ന് തന്നെയാണ്. മാത്രവുമല്ല, ആ കുട്ടി നമ്മുടെ കേസിൽ ആദ്യം മുതൽ തന്നെ ഇൻവോൾവ് ആയിട്ടുണ്ട് മാഡം. എങ്ങനെ? ജെസ്സിയുടെ റൂംമേറ്റായിരുന്നു ഗായത്രി. ഗായത്രി അമ്പലത്തിൽ നിന്നും കൊണ്ടുവന്ന പ്രസാദത്തിൽ സൈനൈഡ് ചേർത്ത് കഴിച്ചാണ് ജെസ്സി സൂയിസൈഡ് ചെയ്തത്. അന്ന് പ്രസാദം മറ്റു കുട്ടികളും കഴിച്ചിരുന്നത് കൊണ്ട് തന്നെ ആ കുട്ടിയെ സംശയിക്കേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ ഗായത്രിയുടെ അച്ഛൻ സുദർശൻ ആ സോമൻ്റെ അനിയനാണ്. അന്ന് അയാൾ പറഞ്ഞിരുന്നില്ലേ മാം, ബന്ധുവിൻ്റെ കല്യാണത്തിന് പോയി വരും വഴി സ്ഥലം നോക്കാൻ ഇറങ്ങിയിരുന്നുവെന്നും അവർക്കൊപ്പം വന്ന അനുജനും ഭാര്യയും മക്കളും ഉണ്ടായിരുന്നുവെന്നും. യെസ്. പിന്നെ കോളേജിൽ ജിഷയുടെ ഫ്രണ്ട്സിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ജെസ്സിയുടെ മരണശേഷം ഗായത്രിയും ജിഷയും തമ്മിൽ നല്ല അടുപ്പമായിരുന്നു എന്നാണ്. യെസ്. അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന കൊലപാതകി ഗായത്രിയാണ്. സാർ, നമുക്ക് എത്രയും വേഗം ഗായത്രിയെ ചോദ്യം ചെയ്യണം. യെസ് മാം. അവരുടനെ തന്നെ ഗായത്രിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്നിറങ്ങിയപ്പോൾ ചെറിയ രീതിയിലുള്ള ആൾക്കൂട്ടമുണ്ടായിരുന്നു. അവർക്ക് പിന്നാലെ ഈ ആംബുലൻസും അവിടേക്ക് വന്നു. അവിടെ നിന്നിരുന്ന ഒരു പോലീസുകാരൻ ACPക്ക് സല്യൂട്ട് അടിച്ചു. എന്താ പ്രശ്നം? മാം, ഇവിടുത്തെ പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു. എപ്പോൾ? ഒരു മണിക്കൂറാകും മാഡം. നാട്ടുകാർ വിവരം അറിയിച്ചാണ് ഞങ്ങൾ വന്നത്. മാം, നമ്മൾ വൈകിപ്പോയി. ഗായത്രി സൂയിസൈഡ് ചെയ്തു. ഇതാണ് മാം ഗായത്രിയുടെ ആത്മഹത്യാക്കുറിപ്പ്. അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം. ഞാൻ ജീവിച്ചിരുന്നാൽ നാളെ നിങ്ങൾക്ക് അപമാനമായി മാറും. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കേണ്ട ഞാൻ 4 പേരുടെ ജീവനെടുത്തു. 3 കുടുംബങ്ങളെ സങ്കടത്തിലാഴ്ത്തി. മനഃപൂർവ്വമല്ല, എല്ലാം അവന് വേണ്ടിയായിരുന്നു. എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാൻ അവനെ ആത്മാർത്ഥമായിട്ടായിരുന്നു സ്നേഹിച്ചത്. അതുകൊണ്ട് തന്നെ ആവണം അവൻ എന്നെ ചതിച്ചപ്പോൾ എനിക്കത് സഹിക്കാൻ കഴിയാതിരുന്നത്. അവനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അവളെ ചെയ്തു പോയ വലിയൊരു തെറ്റ്. ആ തെറ്റ് പിടിക്കപ്പെടാതിരിക്കാനായി വീണ്ടും വീണ്ടും എനിക്ക് തെറ്റുകൾ ചെയ്യേണ്ടി വന്നു. നാളെ എന്നെക്കുറിച്ച് കേൾക്കാൻ പോകുന്ന വാർത്തകൾ നിങ്ങളുടെ ഇപ്പോഴത്തെ വിഷമം മാറ്റും. എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ എന്ന് ഓർത്ത് അമ്മ എന്നെ ശപിക്കും. അമ്മ സോറി. ഈ മകളെ വെറുക്കരുത്. ഏത് നിമിഷവും എന്നെ കൊണ്ടുപോകാൻ പോലീസ് ഇവിടെ എത്തും. അതിനു മുമ്പ് ഈ ലോകത്തോട് വിട പറയുകയാണ്. അല്ലെങ്കിലും എനിക്ക് ഇനി ജീവിക്കാൻ അർഹതയില്ല അമ്മ. എൻ്റെ ആത്മഹത്യയിൽ ആർക്കും പങ്കില്ല എന്ന് നിങ്ങളുടെ സ്വന്തം ഗായത്രി. നമ്മൾ അവളെ അന്വേഷിച്ചു വരുമെന്ന് അവൾക്കറിയാമായിരുന്നു മാഡം. അതുകൊണ്ടാവാം നമ്മൾ എത്തുന്നതിന് മുമ്പ് സൂയിസൈഡ് ചെയ്തത്. മാം, പുറത്തെല്ലാം മീഡിയാസും എത്തിയിട്ടുണ്ട്. ഞാൻ ഹാൻഡിൽ ചെയ്തോളാം സാം. പ്രിയ അവരുടെ അടുത്തേക്ക് ചെന്നു. മാം, വീണ്ടും ഒരു മരണം കൂടി നടന്നിരിക്കുന്നു. ഈ കുട്ടിയുടെ മരണം സൂയിസൈഡ് തന്നെയാണോ അതോ ഇതും കൊലപാതകമാണോ? കുറച്ചു നാളുകളായി നിങ്ങളും ഞങ്ങളും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഇവിടെ എത്തിയത്. പക്ഷേ ആ ഉത്തരം തരേണ്ടിയിരുന്നയാൾ അതിനു മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു. മാം, അപ്പോൾ ഈ കുട്ടി പ്ലീസ് ദയവ് ചെയ്ത് എന്നെ പറയാൻ അനുവദിക്കൂ. ജെസ്സി, സഹോദരി ജിഷ, രമേശ്, അനു ഇവരെ 4 പേരെയും കൊലപ്പെടുത്തിയത് മരണപ്പെട്ട ഗായത്രി ആണെന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടി അറസ്റ്റ് ചെയ്യാനായിരുന്നു ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. ബട്ട് എന്താ മാം, ഈ കുട്ടി കൊലപാതകം നടത്താനുണ്ടായ സാഹചര്യം? ഈ കുട്ടിയും കൊല്ലപ്പെട്ട രമേശും തമ്മിൽ പ്രണയത്തിലായിരുന്നു. എന്നാൽ തന്നെ ഉപേക്ഷിച്ച് മറ്റൊരാളെ തേടി അയാൾ പോയപ്പോൾ ഉണ്ടായ ദേഷ്യം, സങ്കടം, അതൊക്കെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്.
ഈ കാര്യങ്ങളൊക്കെയും ആ കുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നുണ്ട്. പ്രിയ ഗായത്രിയുടെ ആത്മഹത്യക്കുറിപ്പ് മീഡിയാസിനെ കാണിച്ചു. മാം, നിങ്ങളെന്ന് പറഞ്ഞത് ജെസ്സി എന്ന പെൺകുട്ടിയുടെ മരണം ആത്മഹത്യയാണെന്നാണ്. ആ കുട്ടിയുടെ കുടുംബം അത് കൊലപാതകമാണെന്ന വാദം ഉന്നയിച്ചപ്പോഴും നിങ്ങൾ പോലീസുകാർ അതിനെ എതിർത്തിരുന്നു. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് കൊലപാതകമാണെന്ന് പറയാൻ കാരണം? തെളിവുകൾ സൂചിപ്പിച്ചത് സൂയിസൈഡ് ആണെന്നാണ്. എന്നാൽ വീണ്ടും നടത്തിയ അന്വേഷണത്തിലാണ് അത് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. ഇപ്പോൾ ഈ കുട്ടിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണോ മാം കൊലപാതകമാണെന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേർന്നത്? അല്ല, ആ കുട്ടിയുടെ കുടുംബം അത് സൂയിസൈഡ് അല്ല, കൊലപാതകമാണ് എന്ന് പറഞ്ഞു തന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് ചില തെളിവുകൾ കിട്ടിയിരുന്നു. ഇപ്പോൾ ഈ കുട്ടിയുടെ വെളിപ്പെടുത്തലിലൂടെ അത് കൺഫേം ചെയ്തു, അത്രയേ ഉള്ളൂ. മാം, ഒരു ചോദ്യം കൂടി പ്ലീസ്. മറ്റു കാര്യങ്ങളൊക്കെയും പിന്നൊരു വാർത്താ സമ്മേളനത്തിൽ നൽകുന്നതായിരിക്കും. മാം സാം വണ്ടിയെടുക്ക്. ACP വണ്ടിയിലേക്ക് കയറി. വണ്ടിക്കുള്ളിലിരുന്ന് അവർ വീണ്ടും ഈ കാര്യം ചർച്ച ചെയ്തു. മാം, ജെസ്സിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തിടത്തോളം ഈ കേസ് പൂർത്തിയാക്കാൻ പറ്റില്ലല്ലോ. യെസ്. എങ്ങനെയാകും കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക? ഒറ്റയ്ക്കാണോ അവൾ ഈ കൊലപാതകങ്ങൾ ചെയ്തത്, അതോ മറ്റാരെങ്കിലും സഹായിക്കാനുണ്ടായിരുന്നോ? ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട് സാം, പക്ഷെ അതിന് ഉത്തരം തരേണ്ടയാൾ നമുക്ക് മുന്നിൽ ഇപ്പോൾ ഇല്ല. മാം, ഇനി ആ ഗായത്രിയുടെ മരണത്തിന് പിന്നിലും എന്തെങ്കിലും ദുരൂഹതയുണ്ടാവോ? അതെന്താ സാം അങ്ങനെ പറയാൻ കാരണം? അല്ല മാം, നമ്മൾ ആത്മഹത്യയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞ കേസാണല്ലോ ജെസ്സിയുടേത്, അതുകൊണ്ടാ. സാമല്ലേ ആ കേസ് അന്വേഷിച്ചത്? അതെ മാം. അന്ന് എന്തുകൊണ്ടാണ് അത് ആത്മഹത്യയാണെന്ന് ഉറപ്പിച്ചു പറയാൻ കാരണം? അത് മാം, അന്ന് ഞാൻ പറഞ്ഞല്ലോ, ജെസ്സിയുടെ ഫോണിൽ നിന്നും ആ കുട്ടിയുടെ സിസ്റ്ററിൻ്റെ ഫോണിലേക്ക്, അതായത് ജിഷയുടെ ഫോണിലേക്ക് താൻ മരിക്കാൻ പോവുകയാണെന്നുള്ള മെസ്സേജ് അയച്ചിരുന്നു. എനിക്ക് അവനില്ലാതെ പറ്റില്ല ജിഷ, നീ ഈ ചേച്ചിയോട് ക്ഷമിക്കണം, പപ്പയെയും അമ്മയെയും നീയായിട്ട് വിഷമിക്കരുത് എന്നായിരുന്നു ആ മെസ്സേജ്. പിന്നെ ജെസ്സിയുടെ റൂമിൽ നിന്നും സൈനൈഡിൻ്റെ ബോട്ടിൽ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല ബോട്ടിലിൽ ജെസ്സിയുടെ ഫിംഗർ പ്രിൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ കൊലപാതകമാണെന്ന് സംശയിക്കത്തക്ക വിധത്തിലുള്ള ഒരു തെളിവുകളും അവിടെ നിന്നും കിട്ടിയിട്ടില്ലായിരുന്നു. എല്ലാം കൂടി ചേർന്നപ്പോൾ സൂയിസൈഡാണെന്ന് സാമങ് ഉറപ്പിച്ചു. അങ്ങനെയാവുമ്പോൾ കേസും വേഗം ക്ലോസ് ചെയ്യാമല്ലോ. ആ കുട്ടിക്ക് സൈനൈഡ് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് കണ്ടെത്തിയിരുന്നോ? അതില്ല മാം. താനൊക്കെ എവിടുത്തെ പോലീസുകാരനാണോ? തന്നെയൊക്കെ പോലീസിലെടുത്തവരെ പറഞ്ഞാൽ മതിയല്ലോ. സോറി മാം, എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ആദ്യം കണ്ടെത്തേണ്ടത് ജെസ്സിയുടെ മരണത്തെക്കുറിച്ചാണ്. താനൊരു കാര്യം ചെയ്യ്, വണ്ടി ജെസ്സി താമസിച്ചിരുന്ന അവരുടെ ഹോസ്റ്റലിലേക്ക് വിട്. ഓക്കെ മാം. അവർ ഹോസ്റ്റലിലേക്ക് ചെന്നു. സാം, എനിക്കന്ന് അവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റു കുട്ടികളെ ഒന്ന് കാണണം. ഓക്കെ മാഡം. ജെസ്സിയുടെ റൂംമേറ്റ് ആയിരുന്ന കുട്ടികളെ ACP ചോദ്യം ചെയ്തു. നിങ്ങളായിരുന്നു അല്ലേ ജെസ്സിയുടെ റൂംമേറ്റ്സ്? അതെ മാം. എന്താ നിങ്ങളുടെ പേര്? എൻ്റെ പേര് അപർണ. എൻ്റെ പേര് രേഷ്മ. ഞങ്ങൾ ജെസ്സിയും ഗായത്രിയുമായിരുന്നു ഒരേ റൂമിൽ. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നോ? അതെ മാം. എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യുമായിരുന്നു. ഒരുവിധമെല്ലാം ഷെയർ ചെയ്യുമായിരുന്നു. ജെസ്സിക്ക് അഫെയറുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നോ? ഓ മാഡം, ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ഒരു പയ്യനായിരുന്നു. അർജുൻ എന്നായിരുന്നു അവൻ്റെ പേര്. ഈ അർജുനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല മാം. അതെന്താ, ജെസ്സി അർജുനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നില്ലേ? ഇല്ല മാഡം. ഫോട്ടോ പോലും ഇല്ല. അതെന്താ, ഇത്ര ക്ലോസ് ആയിരുന്നിട്ട് പോലും ജെസ്സി അങ്ങനെ ചെയ്യാതിരുന്നത്? അത് അവളുടെ കയ്യിൽ അവൻ്റെ ഒരു ഫോട്ടോ പോലും ഇല്ലായിരുന്നു മാഡം. ഫേസ്ബുക്ക് ചാറ്റിങ്ങിലൂടെയാണ് അവർ പരിചയപ്പെട്ടത്. അവൻ്റെ ഒരു ഫോട്ടോ പോലും അവളെ അവൻ കാണിച്ചിരുന്നില്ല. അപ്പോൾ ഈ അർജുൻ എന്ന വ്യക്തിയെ ജെസ്സി നേരിൽ കണ്ടിട്ടില്ല. കാണാത്ത ഒരാളുമായിട്ടായിരുന്നു ജെസ്സിയുടെ പ്രണയം? അങ്ങനെയൊന്നുമില്ല മാം. ജെസ്സി അവനെ കണ്ടിട്ടുണ്ട്. FB വഴിയുള്ള പ്രണയം പലപ്പോഴും ഫേക്ക് ആയിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ അവനോട് അവൻ്റെ ഫോട്ടോ ചോദിച്ചിരുന്നു. ആദ്യം അവൻ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പിന്നെ ജെസ്സി ബ്ലോക്ക് ആക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ നേരിൽ കാണാമെന്ന് സമ്മതിച്ചു. പക്ഷേ അതിന് അവനൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. എന്താ അത്? അവൾ ഒറ്റയ്ക്ക് വന്നാൽ മാത്രമേ അവൻ അവളുടെ മുന്നിൽ വരുത്തുള്ളൂ എന്ന്. എന്നിട്ട് ജെസ്സി പോയോ? പോയി. എവിടെ വെച്ചാണ് അവർ മീറ്റ് ചെയ്തത്? അത് കോളേജിന് കുറച്ച് അകലെയുള്ള ഒരു കോഫി ഷോപ്പിൽ വെച്ചാണ്. അന്ന് നിങ്ങളാരും അവളുടെ കൂടെ പോയില്ലേ? ഗായത്രി പോയിരുന്നു, പക്ഷെ അത് ജെസ്സിക്ക് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ ഗായത്രിയും അയാളെ കണ്ടിട്ടുണ്ടല്ലേ? ഇല്ല മാം. അവനെ കാണാൻ വേണ്ടി തന്നെയാ ഗായത്രി അവളുടെ പിന്നാലെ പോയത്. പക്ഷെ തിരിച്ചു വന്നത് വല്ലാതെ വിഷമിച്ചായിരുന്നു. കരഞ്ഞു തളർന്ന അവസ്ഥയിലായിരുന്നു. അതെന്താ? അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവളുടെ അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും കോൾ വന്നിരുന്നു. അതോടെ അവൾ ഇവിടേക്ക് വന്ന് നേരെ വീട്ടിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ അവൾക്ക് അവനെ കാണാൻ കഴിഞ്ഞില്ല എന്നാണ് അവൾ ഞങ്ങളോട് പറഞ്ഞത്. ഇതൊക്കെ എന്താ അന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറയാതിരുന്നേ? അത് സാർ, ഇതിൻ്റെ പിന്നാലെയൊക്കെ പോയാൽ സ്റ്റേഷനും കോടതിയുമായി നടക്കേണ്ടി വരുമെന്ന് ഗായത്രി പറഞ്ഞപ്പോൾ. പിന്നെ എത്ര ദിവസം കഴിഞ്ഞാണ് ഗായത്രി ഹോസ്റ്റലിലേക്ക് തിരിച്ചു വന്നത്? 2 ദിവസം കഴിഞ്ഞ്. ഈ ജെസ്സി കൊല്ലപ്പെട്ട ദിവസത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്ന് പറയാൻ പറ്റുമോ? അന്ന് രാത്രി ഗായത്രിയുടെ ബർത്ത്ഡേ ആയിരുന്നു മാം. അവൾ അമ്പലത്തിൽ പോയി പ്രസാദവുമായിട്ടാണ് തിരിച്ചു വന്നത്. എന്നിട്ട് പ്രസാദം ഞങ്ങൾക്ക് തന്നു. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗായത്രിയുടെ കൈ തട്ടി മേശപ്പുറത്തിരുന്ന് ജഗ്ഗും വെള്ളവും മറിഞ്ഞ് ജെസ്സിയുടെ പുറത്തേക്ക് വീണു. ഡ്രസ്സ് മുഴുവനും നനഞ്ഞതുകൊണ്ട് അത് ചേഞ്ച് ചെയ്യാനായി അവൾ പോയി. ആ സമയം ഞങ്ങളോട് ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കോളാനും അവർ രണ്ടുപേരും പിന്നാലെ വരുമെന്നും ഗായത്രി പറഞ്ഞു.
ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി കുറച്ച് സമയം കഴിഞ്ഞിട്ടും അവർ രണ്ടുപേരും വന്നില്ല. ബസ് വന്ന് എല്ലാവരും കയറി പോകാൻ തുടങ്ങുമ്പോൾ ഗായത്രി ഓടി വന്ന് കയറുകയായിരുന്നു. അപ്പോൾ ജെസ്സി എവിടെയാണെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? ചോദിച്ചു. അവൾ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അർജുൻ്റെ കോൾ വന്നു. അവനോട് സംസാരിച്ചതിന് ശേഷം അവളുടെ മൈൻഡ് മാറിയെന്നു. ഞാൻ വരുന്നില്ലെന്നും എന്നോട് പോകാൻ പറഞ്ഞുമെന്നാണ് ഗായത്രി ഞങ്ങളോട് പറഞ്ഞത്. ജെസ്സി മരിച്ച വിവരം നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത്? അത് കോളേജിൽ വെച്ചാണ്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അന്നേ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ കൊലപാതകങ്ങളുടെ എണ്ണം കുറയ്ക്കാമായിരുന്നു. സോറി മാം. ഒരു കാര്യം കൂടി, ഈ ജെസ്സിയും അർജുനും മീറ്റ് ചെയ്ത് എത്ര നാൾ കഴിഞ്ഞാണ് ഈ മരണം നടന്നത്? അത് ഒരു 1.5 മാസമാവും മാഡം. ഓക്കെ. അവരവിടെ നിന്ന് നേരെ ഓഫീസിലേക്ക് പോകും വഴി കാറിൽ വെച്ച് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. എന്താ മാം ആലോചിക്കുന്നത്? സാം, ആ ഗായത്രിയുടെ വീട്ടിൽ ചെല്ലണം. എന്നിട്ട് ആ കുട്ടിയുടെ അച്ഛനെ കഴിഞ്ഞ 2 മാസത്തിൽ എന്തെങ്കിലും അസുഖത്തിൻ്റെ പേരിൽ ഏതെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിക്കണം മാം. പിന്നെ ഗായത്രിക്ക് സയനൈഡ് കിട്ടാൻ സാധ്യതയുള്ള വഴി. ഓക്കെ മാം. ACP ഓഫീസിലെത്തിക്കഴിഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷം മറ്റൊരു പോലീസുകാരൻ അവിടേക്ക് വന്നു. കമിൻ മാം. യെസ് മാം, ഗായത്രിയുടെ ലാപ്ടോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതാ. പിന്നെ മാം, അന്ന് രമേശിൻ്റെ ബോഡിയിൽ നിന്നും കിട്ടിയ മുടി കൊല്ലപ്പെട്ട ജിഷയുടേതുമായി മാച്ച് ആയിട്ടുണ്ട്. ഓക്കെ. ലാപ്ടോപ്പിൽ ഓരോ ഫയലും ഓപ്പൺ ആക്കി നോക്കിയ ACPക്ക് ഗായത്രിയും രമേശും തമ്മിലുള്ള പഴയ കുറച്ച് ഫോട്ടോസ് കിട്ടി. അതോടൊപ്പം ജെസ്സിയും രമേശും ഒരു കോഫി ഷോപ്പിലിരിക്കുന്ന പിക്ചറും കിട്ടി. ആ ഫോട്ടോ കണ്ടതിന് ശേഷം ACPക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ ഊഹം ശരിയായിരുന്നു. ഗായത്രി കോഫി ഷോപ്പിൽ വെച്ച് ജെസ്സിയുടെ കാമുകനെ കണ്ടിരുന്നു. യെസ്. 3-4 മണിക്കൂറിന് ശേഷം സാം അവിടേക്ക് വന്നു. മാം, വരൂ സാം. ആ 2 മാസത്തിൽ ഗായത്രിയുടെ അച്ഛനെ ഒരു ആശുപത്രിയിലും അഡ്മിറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ. പിന്നെ ഗായത്രിയുടെ അമ്മയുടെ സഹോദരൻ വിജയൻ, അയാൾക്ക് ചെറിയൊരു ജ്വല്ലറി ഷോപ്പുണ്ട്. സോ അവിടെ നിന്നുമാവണം ഗായത്രിക്ക് സൈനൈഡ് കിട്ടിയിട്ടുണ്ടാവുക. സാം, ഒരു കാര്യം ചെയ്യേ, ഇന്ന് വൈകുന്നേരം തന്നെ ഒരു പ്രസ് മീറ്റ് സംഘടിപ്പിക്കണം. മാം, അതിന് ജെസ്സിയുടെ കൊലപാതകത്തെക്കുറിച്ച് ഇനിയും കുറച്ചുകൂടി വ്യക്തത കൂടി വരുത്താനില്ലേ? ഇനി എന്ത് കിട്ടാനാ? ജെസ്സിയെ കൊലപ്പെടുത്തിയത് ഗായത്രി തന്നെയാണെന്ന് ഗായത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് അതിൻ്റെ മോട്ടീവ് എന്താണെന്നും എങ്ങനെ കൊലപ്പെടുത്തിയതുമെന്നാണ്. അതും കിട്ടിക്കഴിഞ്ഞല്ലോ. ഗായത്രിയും രമേശും തമ്മിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ പ്രണയത്തിലായിരുന്നു. പെട്ടെന്ന് യാതൊരു കാരണവും കൂടാതെ രമേശ് ഗായത്രിയിൽ നിന്നും അകലുന്നു. പക്ഷെ ഗായത്രിക്ക് അവനെ പിരിയാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവോയ്ഡ് ചെയ്തിട്ടും അവളുടെ മനസ്സിൽ അവനോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അവൾ അവൻ്റെ പിന്നാലെ തന്നെ നടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെസ്സിയുടെ പിന്നാലെ അവളുടെ കാമുകനെ കാണാൻ പോയ ഗായത്രിക്ക് അപ്രതീക്ഷിതമായി ആ കാഴ്ച കാണേണ്ടി വന്നത്. താൻ ഏറെ സ്നേഹിക്കുന്ന ആളാണ് തൻ്റെ സുഹൃത്തിൻ്റെ കാമുകനെന്ന് മനസ്സിലാക്കിയ ഗായത്രി മാനസികമായി തളർന്നു. രമേശ് തന്നിൽ നിന്നും അകലാൻ കാരണം ജെസ്സിയാണെന്ന് അവൾ തെറ്റിദ്ധരിക്കുകയും പിന്നെ അത് പകയും പ്രതികാരവുമായി മാറി. ഒരുപക്ഷെ അന്നു മുതൽ ജെസ്സിയെ വകവരുത്താനുള്ള പ്ലാൻ ഗായത്രി തയ്യാറാക്കി തുടങ്ങിയിരുന്നിരിക്കാം. അങ്ങനെ തൻ്റെ പിറന്നാൾ ദിവസം അതിനായി അവൾ തിരഞ്ഞെടുത്തു. നേരത്തെ തയ്യാറാക്കി വെച്ച പ്ലാൻ പ്രകാരം അമ്പലത്തിൽ പോയി പ്രസാദവുമായി വന്ന് അത് തൻ്റെ ഫ്രണ്ട്സിന് കൊടുത്തു. അതുവരെ ആർക്കും ഒരു ഡൗട്ടുമില്ല. ജെസ്സിയുടെ ദേഹത്ത് മനഃപൂർവ്വം വെള്ളം കമഴ്ത്തി ജെസ്സി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി പോയ സമയം മറ്റു കുട്ടികളെ അവിടെ നിന്നും പുറത്തു വിട്ടതിന് ശേഷം തൻ്റെ കയ്യിലുള്ള സൈനൈഡ് ബാക്കിയുള്ള പ്രസാദത്തിൽ മിക്സ് ചെയ്തു. തിരിച്ചു വന്ന ജെസ്സിക്ക് സൈനൈഡ് ചേർത്ത പ്രസാദം കൊടുത്തു. ഒരു പക്ഷേ ജെസ്സിയെ കൊണ്ടത് നിർബന്ധിച്ചായിരിക്കാൻ കഴിപ്പിച്ചത്. അതിനുശേഷം ജെസ്സിയുടെ ഫോണിൽ നിന്നും ജിഷയുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നു. പിന്നെ സൈനൈഡിൻ്റെ ബോട്ടിൽ ജിഷയുടെ ഫിംഗർ പ്രിന്റ് പതിപ്പിക്കുകയും ചെയ്തു. മരണം ഉറപ്പിച്ചിട്ടായിരിക്കണം ഗായത്രി അവിടെ നിന്നും പുറത്തു വന്നത്. ജെസ്സിയെ കൊല്ലുകയും വേണം, മറ്റുള്ളവരുടെ കണ്ണിൽ അത് ആത്മഹത്യ ആക്കുകയും വേണം. അത് നടക്കുകയും ചെയ്തു. ഒരുപക്ഷെ രേഷ്മയും അപർണയും അവിടെ തന്നെ നിന്നിരുന്നുവെങ്കിൽ ഗായത്രിയുടെ പ്ലാനിങ് എല്ലാം പാളിയനെ. അപ്പോൾ പിന്നെ എന്തിനാ മാം ഗായത്രി രമേശിനെയും ജിഷയെയും കൊലപ്പെടുത്തിയത്? ജെസ്സി കാരണമാണ് രമേശ് തന്നിൽ നിന്നും അകന്നതെന്ന് അവൾ കരുതി. അതുകൊണ്ട് തന്നെ ജെസ്സിയെ കൊന്നുകഴിഞ്ഞാൽ രമേശ് വീണ്ടും തന്നെ സ്നേഹിക്കുമെന്നായിരിക്കും അവൾ കരുതിയിരുന്നത്. പക്ഷെ അവളുടെ ധാരണ അവിടെ തെറ്റി. അതോടെ പക രമേശിനോടായി. ജെസ്സിയുടെ മരണത്തിന് ശേഷം രമേശ് അനുവുമായി അടുപ്പത്തിലായി. പിന്നെ രമേശിൻ്റെയും അനുവിൻ്റെയും കൊലപാതകങ്ങൾ ഗായത്രി ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് സാമിന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല മാം. കാരണം ഗായത്രിയെ പോലുള്ള ഒരു സാധാരണ പെൺകുട്ടിയെ കൊണ്ട് ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു ബോഡി കെട്ടിത്തൂക്കാൻ കഴിയില്ല. മറ്റൊരാൾ കൂടി എന്തായാലും സഹായത്തിന് ഉണ്ടായിരുന്നിരിക്കാം. അതെ, അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അത് ജിഷയായിരുന്നു. ജിഷയോ? യെസ്. അന്ന് അനിൽകുമാർ കണ്ടത് ജിഷയെ തന്നെയായിരുന്നു. അന്ന് ജിഷയ്ക്കൊപ്പം ഗായത്രിയും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ചാവണം അയാളെ കാണാൻ പോയത്. പക്ഷെ അയാളുമായി കാര്യങ്ങൾ സംസാരിച്ചത് ജിഷ ഒറ്റയ്ക്കായിരുന്നു. ഒരിടത്തും തൻ്റെ പ്രസൻസ് ഉണ്ടാകാതിരിക്കാൻ ഗായത്രി ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു. നമ്മൾ അനിൽകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷമല്ലേ ജിഷ കൊല്ലപ്പെട്ടത്? അതെ മാം. അപ്പോൾ തന്നെ ഊഹിച്ചൂടെ കാര്യം എന്താണെന്ന്? അയാളിലൂടെ നമ്മൾ ജിഷയിലേക്ക് എത്തുമെന്ന് അവൾക്കറിയാമായിരുന്നു. എന്നാലും ആ കുട്ടി എങ്ങനെയായിരിക്കും അവൾക്കൊപ്പം കൂട്ടിയിട്ടുണ്ടാവുക? സിമ്പിൾ. തൻ്റെ ചേച്ചിയുടെ മരണത്തിന് കാരണക്കാരൻ രമേശാണെന്ന് ഗായത്രി ജിഷയോട് പറഞ്ഞു. പോലീസ് ആത്മഹത്യയെ എഴുതി തള്ളിയ കേസ്. അതിന് കാരണക്കാരനായ ആളോ സുഖമായി ജീവിക്കുന്നു. ആ കുട്ടിയുടെ മനസ്സിൽ അയാളോടുള്ള പ്രതികാരത്തിന്റെ വിത്തുപാകാൻ ഇതൊക്കെ പോരെ സാം.
രമേശിന്റെ ബോഡിയിൽ നിന്നും കിട്ടിയ മുടിനാരിഴ ജിഷയുടേതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗായത്രിയുടെ സഹായി ജിഷയാണെന്നുള്ളത് 100% ഉറപ്പിക്കാം. എന്നാലും ആ കുട്ടിയുടെ മനക്കെട്ട് സമ്മതിക്കണം മാം. ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തിട്ടും ഒരു കുറ്റബോധവും കൂടാതെ ജീവിച്ചല്ലോ മേഡം. ആ കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല സാം. മനുഷ്യന്റെ മനസ്സല്ലേ, അത് ഒരുപാട് ആഴത്തിൽ മുറിവേറ്റാൽ ഏതൊരാളും മാറിപ്പോകും. അത് പ്രതികാരത്തിലേക്ക് മാറിയാൽ പിന്നെ അവരെ നിയന്ത്രിക്കാൻ അവർക്ക് ആർക്കും പറ്റില്ല. കേസ് ഫയൽ ക്ലോസ്. പിന്നെ വൈകിട്ടത്തെ പ്രസ് മീറ്റ് മറക്കണ്ട. യെസ് മാം. ഓക്കെ. കഥ അവസാനിച്ചിരിക്കുന്നു. എനിക്ക് ഈ കഥയെക്കുറിച്ച് തോന്നിയത്, ഇങ്ങനെയൊന്നും പ്രതികാരമുണ്ടെന്ന് കരുതി ഇത്രയും കൊലപാതകങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. പിന്നെ നമ്മളെല്ലാവരും ഒരാളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്നതാണ്, നമ്മുടെ ലോകം ഒരാളിലേക്ക് മാത്രമായി പോകുന്നതാണ് നമ്മുടെ എല്ലാം പ്രശ്നം. അതൊരിക്കലും അങ്ങനെ ആകരുത്. നമുക്കൊരു ശരീരമുണ്ട്, നമുക്കൊരു ആത്മാവുണ്ട്, നമ്മൾ ജീവിക്കണം. നമുക്ക് നമ്മുടേതായ നമുക്കൊരു നല്ല ലൈഫും നമുക്കൊരു ജീവിതവും നമുക്കൊരു ലോകം ഉണ്ടാക്കണം. മറ്റൊരാളിലേക്ക് നമ്മുടെ ലോകമാക്കി നിർത്താൻ നമ്മൾ സമ്മതിക്കരുത്. അതൊക്കെയാണ് എനിക്ക് ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബൈ.